രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഓം ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു കർക്കിടക മാസത്തിൽ ത്രിസന്ധ്യ സമയത്ത് ഇങ്ങനെ ശ്രീ ഭദ്രയുടെ മുന്നിൽ വന്നിരിക്കുക, ഒരു സർവൈശ്വര്യ പൂജ കഴിഞ്ഞ് നട തുറന്ന് തൊഴുത് ഇങ്ങനെ ശ്രീശൈലം ഹാളോ ഏതായാലും സപ്താഹങ്ങൾ നടക്കുന്ന ഭാഗവതാചാര്യന്മാർ വന്നിരുന്ന് ഈശ്വര കഥകൾ പറയുന്ന ഈ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുക, അതൊരു മുജ്ജന്മ സുഹൃത. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം സുഹൃതം കൂടുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ജ്ഞാനപ്പാന നിങ്ങൾക്കറിയാലോ, ഒരുപാട് ആത്മീയമായ സംസ്കാരമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ടതില്ല. പിന്നെയോ, എത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത തീരാത്തതാണ് ഈശ്വര കഥകൾ. മാമുനീശ്വരന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് വേണ്ടി എഴുതി വെച്ചു. അതായത് നമ്മുടെ ഈ രാമായണ മാസത്തിന് മാത്രമല്ല, എല്ലാ മാസങ്ങൾക്കും ആധ്യാത്മിക പ്രസക്തി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് രാമായണം ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ നമുക്ക് ഒരു മാസം തന്നെ ലഭിച്ചു? എന്താണ് രാമനാമ മഹിമ? അതാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ വേദങ്ങളാണ്. അപ്പോൾ പിന്നെ വേദങ്ങളല്ലല്ലോ സാധാരണക്കാരൻ ജപിച്ചുകൊണ്ടിരിക്കണേ, അതെന്തുകൊണ്ടാ? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അതായത് മാമുനീശ്വരന്മാർ
നമ്മുടെ ഈ ജനനവും മരണവും, പുനരഭിജനനം പുനരഭിമരണം, ഇങ്ങനെയുള്ള ഈ ചക്രത്തിൽ കിടന്ന് സാധാരണക്കാർ വലയുന്നത് കണ്ടപ്പോൾ മാമുനീശ്വരന്മാർ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷമം? ജനനം കുറച്ച് വേദനയുള്ള കാര്യ, മരണം അതിലും വേദനയുള്ള കാര്യ. ഇങ്ങനെ ഉണ്ടുറങ്ങി ജീവിച്ച് കുറേ വ്യക്തികൾ അങ്ങനെ ജനിച്ചു മരിച്ചു പോകുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ തപസ്സിലൂടെ മനനത്തിലൂടെയാണ് വിദ്, വേദം, അറിവ് എന്ന ആ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ വേദഗ്രന്ഥങ്ങൾ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ സാൻസ്ക്രിറ്റ് അധികാരം പഠിക്കുന്നില്ലല്ലോ, സാധാരണക്കാർക്ക് വേദഗ്രന്ഥങ്ങളിലെ തത്വങ്ങൾ എങ്ങനെ എത്തിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് പഞ്ചമവേദം ഉണ്ടാകുന്നത്. ഏതൊക്കെയാ പഞ്ചമവേദങ്ങൾ? ഭാഗവതത്തിൽ നിങ്ങൾ കേട്ടിരിക്കും, ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും, ഹൈന്ദവന് വേദങ്ങൾ കഴിഞ്ഞാൽ 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും ഉണ്ട്. അതിൽ ഭക്തിക്ക് മുൻതൂക്കം നിൽക്കുന്നതാണ് ഭാഗവത മഹാപുരാണം. അപ്പോൾ ഈ ഇതിഹാസങ്ങൾ എന്തേ ഇത്രത്തോളം ജനപ്രിയം? പ്രത്യേകിച്ചും രാമായണം. എന്താ രാമായണം? രാമസ്യ അയനം, രാമന്റെ സഞ്ചാരം. പേര് തന്നെ എന്താ? ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശ്രീരാമചന്ദ്രൻ അവിടെ അയോധ്യം ഭരിച്ചിരുന്നാൽ മതിയോ? പോരാ. കാരണം എന്താ? അവതാര പുരുഷനാ. ആരെയാ അവതാര പുരുഷൻ എന്ന് പറയുന്നത്? സ്വാർത്ഥതാ പൂരണത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ജന്മങ്ങളെ, പുരുഷന്മാരെ ഋഷീശ്വരന്മാർ ചാർത്തിക്കൊടുത്ത് വിളിച്ച പേരാണ് അവതാരം എന്നത്. ഈ അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രന്റെ കഥ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വാൽമീകി രാമായണത്തിൽ. പക്ഷെ നമ്മൾ ഏതാ വായിക്കാറ്? അധ്യാത്മരാമായണം. 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമായണം പറയുന്നുണ്ട് 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്. അത്രേ കമ്പരാമായണം, രാമചരിതമാനസം, ഒരുപാട് രാമായണങ്ങൾ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, അടുത്തുള്ള ഇന്തോനേഷ്യ, ബാങ്കോക്ക്, ചൈന, തായ്ലൻഡ്, എവിടെ ചെന്നാലും രാമകഥകൾ കാണാം. എന്തേ ഈ രാമകഥയ്ക്ക് ഇത്രയും ഭാരതം കടന്നും പ്രാധാന്യമുണ്ടായത്? എന്തേ ഈ ഗ്രന്ഥത്തിന് ഇത്രയും മഹിമ? ഇപ്പോൾ നിങ്ങൾ ഭാഗവതം 18,000 ശ്ലോകങ്ങൾ അങ്ങോട്ട് കറന്ന് ആറ്റിക്കുറുക്കി വെച്ചതാണ് നാരായണീയം 1036 ശ്ലോകത്തിൽ. നല്ല കട്ടിയാ. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് രാമായണം. മഹാദേവന്റെ തിരുജടയിൽ നിന്ന് ഗംഗയായി ഒഴുകി ഒലിച്ച് സമുദ്രമാകുന്ന ഒരു വാൽമീകി രാമായണം പിറന്നു. ഉമാമഹേശ്വര സംവാദം. ഈ സമുദ്രമാകുന്ന വാൽമീകി രാമായണത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ആ സമുദ്രത്തിനുള്ളിൽ എന്താ? രത്നങ്ങളും പവിഴങ്ങളും പവിഴപ്പുറ്റുകളും എല്ലാം ഉണ്ട്. അത് കടഞ്ഞെടുക്കണം. ഈ മഹാസമുദ്രമായ വാൽമീകി രാമായണത്തിൽ നിന്നും ശുദ്ധമായ അധ്യാത്മരാമായണം പിറന്നു. വീണ്ടും ഗംഗയായി, ശുദ്ധമായി, നദിയായി, അധ്യാത്മരാമായണമായി അതിവിടെ ഒഴുകി. പുനാദി ഭുവനത്രയം, ഈ ഭുവനത്രയങ്ങളെയും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു അധ്യാത്മരാമായണം. അധ്യാത്മരാമായണമിതം മൃത്യുശാസന പ്രോക്തം. എല്ലാവർക്കും എന്താ? മോമനീശ്വരന്മാരെന്താ ചിന്തിച്ചേ? എന്താ അപ്പോൾ ഈ മരണം? ഈ മരണത്തിൽ നിന്നും ഒരു രക്ഷയില്ലേ? മൃത്യോർമ്മ അമൃതങ്കമയ. മൃത്യുവിൽ നിന്നും എങ്ങോട്ട്? അമരത്വത്തിലേക്ക് ഉയരണം. എല്ലാവരും ചിന്തിക്കും, ഒരു 50 വയസ്സ് കഴിഞ്ഞ 4 പുറമൊക്കെ ഇത്, പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക, എന്താ അപ്പോൾ ഇതിനൊരു പരിഹാരം? അതുപോലെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രന്ഥങ്ങൾ തുറക്കും. അധ്യാത്മരാമായണത്തില് പറയാത്ത ഒരു വേദവാക്യങ്ങളും ഇല്ല. വേദത്തിലെ സാരങ്ങൾ അങ്ങനെ എടുത്ത് കറന്നു വെച്ചതാ. ആഗമക്കാതലായ രാഘവൻ തിരുവടി എന്നാണ് പറയുന്നത്. ആ ജടായുവിന്റെ ഭാഗം വരുമ്പോൾ ആഗമക്കാതൽ എന്ന് പറഞ്ഞാൽ എന്താ? രാമായണമൊക്കെ അങ്ങനെ വായിച്ചു പോവും. നമ്മളെ ഈ വരികൾക്കിടയിലെ വരികൾ വായിക്കുമ്പോഴാണ് തത്വാർത്ഥ വിചാരം ഉണ്ടാകുന്നത്. ഈ തത്വങ്ങളെ വെറുതെ രാമായണം അങ്ങനെ വായിച്ചു പോയാൽ മതിയോ? അതൊരു അധര വ്യായാമ. കുറേ അമ്മമാരുണ്ട്
എന്നോട് പറയും നാരായണീയം ക്ലാസ്സിലെ അമ്മ, ടീച്ചറെ 84 ഞാനിത് വായിച്ചു തുടങ്ങിയതാ, ഇപ്പം 2024 ഇപ്പോഴാണ് ഈ ശ്ലോകം പറയുന്നത് ഇന്നതാന്ന് മനസ്സിലായത് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം അതിലും വലിയ ഒരു ദക്ഷിണ ഇല്ല എന്നുള്ളതാ സത്യം. അപ്പോൾ ഇത് അധര വ്യായാമം അല്ലാതെ ആരാണ് ആഗമക്കാതൽ? എന്താണ് വേദതത്വം? പൊരുളറിഞ്ഞ് ജീവിക്കുക. നമ്മളെന്താ ചെയ്യുന്നത്? എല്ലാവരും ഇതേ അമ്പലത്തിലേക്ക് വരുന്നു, തൊഴുത് നമസ്കരിക്കുന്നു, പോകുന്നു. ഇതാണോ ഭക്തി? അല്ല. അത് വെറും LKG. ഒരു മനുഷ്യൻ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ LKGയിൽ ചേർക്കും. അവനെന്നും LKGയിൽ ഇരിക്കുകയാണോ? അല്ല. എന്ത് ചെയ്യുന്നു? അവൻ പഠിച്ച് മുതിർന്ന് PGയും പിന്നെ PhDയും കഴിഞ്ഞ് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നു. അക്കാദമിക്കലി നമ്മൾ എന്നും LKG. അച്ഛനും അമ്മയും കൈപിടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു തൊഴുതു, അവർ നമസ്കരിച്ചോ, നമ്മളും നമസ്കരിച്ചു. ഇത്രയാണ്. 60 വയസ്സായാലും നമ്മൾ LKGയിലാണ്. ആ LKGയിൽ നിന്ന് എന്ത് ചെയ്യണം? ജ്ഞാനപ്പാനയിലൂടെ, ഹരിനാമ കീർത്തനത്തിലൂടെ, അധ്യാത്മ രാമായണത്തിലൂടെ, ഭഗവത്ഗീതയിലൂടെ, ഭാഗവതത്തിലൂടെ ഉയർന്നുയർന്ന് ഇത്തിരിയെങ്കിലും വേദം അറിവ്, നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം പറയുന്നത് തന്നെ എന്താ? അനുഭദ്രാഹ ക്രതവോ എന്ത വിശ്വതഃ. ഈ വിശ്വത്തിലെ ഭദ്രമായ എല്ലാ കാര്യങ്ങളിലും എന്നിലേക്ക് വന്ന് ചേരട്ടെ. ഇതാണ് വേദം പറയുന്നത്. 4 വേദങ്ങളും പറയുന്നതാ. യത് പരേശാ ഉപകാരായ ജീവതി സയേവ ജീവതി. വേദങ്ങനെ സ്വരിച്ചു ചൊല്ലിയാണ്ടല്ലോ കിട്ടുന്ന ആ ഒരു സുഖം. അതായത് പരോപകാരാർത്ഥം ഇതം ശരീരം 4 വേദങ്ങളിലും പറയുന്നു. വേദം പഠിക്കുന്ന കുഞ്ഞിന് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഗായത്രി മന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ഹൈന്ദവന് കഴിയണം. ശരിക്ക് പ്രത്യക്ഷ ദൈവമാണ് ആര്? അമ്മയും അച്ഛനും. അച്ഛനും അമ്മയും നിങ്ങളെ ഇവിടെ കൊണ്ടുവരുന്ന, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംസ്കാരമില്ലായിരുന്നെങ്കിൽ ഈ സദസ്സിൽ നിങ്ങൾ എത്തില്ലായിരുന്നു. അപ്പോൾ വേദങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ എങ്ങനെ രാമായണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ എന്ന മനുഷ്യനായിട്ടാണ് വാൽമീകി രാമായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വാൽമീകി പക്ഷേ അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമചന്ദ്രനെ രാമനല്ല, സാക്ഷാൽ നാരായണൻ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ രാമൻ മാനുഷനല്ല, സാക്ഷാൽ ശ്രീനാരായണനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ സാധാരണ ഒരു മനുഷ്യനിൽ നിന്നും അദ്ദേഹത്തെ എങ്ങോട്ട് ഉയർത്തണം? ഈശ്വരീയമായ കാട്ടുകള്ളനായ വാൽമീകിയെ, രത്നാകരൻ എന്ന കാട്ടാളനെ വാൽമീകത്തിലേക്ക്, വാൽമീകി എന്ന മഹർഷിയിലേക്ക് ഉയർത്തിയ കഥയാണ്, ഇതിഹാസമാണ് രാമായണം. അപ്പോൾ ആ രാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ അങ്ങനെ തുടങ്ങി. ശ്രീരാമചന്ദ്രന്റെ നാമം അങ്ങനെ ചൊല്ലിയും കൊണ്ടിരിക്കുക. മഹാദേവൻ, മഹാദേവ് സതത ജപത് നിത്യരാമനാം, കാശി മരത് മുക്ത കരത് കഹത് രാമനാം, രാമ രാമ രാം, രാമ രാമ രാം, രാമ രാമ രാം, ശ്രീരാമ രാമ രാം. മഹാദേവൻ, ആദിദേവനായ മഹാദേവൻ, താന്ത്രിക വിധി പ്രകാരം ഏറ്റവും ഉയരങ്ങളിലിരിക്കുന്ന മഹാദേവൻ പോലും ശ്രീ പാർവതീദേവിയോട് ശ്രീരാമചന്ദ്രന്റെ കഥ അങ്ങനെ പറയാ. അങ്ങനെയാ രാമായണം തുടങ്ങുന്നത്. അപ്പോ കഥ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആണുങ്ങൾ പൊതുവെ കൂടുതൽ സംസാരിക്കില്ലാലോ. അപ്പോ എന്താ ജപിച്ചോണ്ടിരിക്കണേ? അത് പറയാ, ഞാൻ രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു ശ്രീ പാർവതി ദേവി, എന്താ ഈ രാമമന്ത്രത്തിന് ഇത്രയും മഹത്വം? അപ്പൊ പറയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. വിഷ്ണു സഹസ്രനാമകാരൊക്കെ ഇവിടെ ഉണ്ടാവും. അതായത് സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്ര രാമ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഓർമ്മസൂത്രത്തിലെ ദശാവതാരത്തിൽ പറയുന്നത് എന്താ? 3 അവതാരങ്ങൾ രാമൻ എന്ന പേരോടുകൂടി വിഷ്ണു അവതരിച്ചു.
മത്സ്യകൂർമ്മവരാഹച നരസിംഹച വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന. ദശാവതാരങ്ങൾ. ഇതിൽ രാമോ രാമശ്ച രാമ, ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, പിന്നെയോ ഭാർഗവൻ, ആ ഒരു മഴുവും എന്തിയിട്ട് അങ്ങനെ നടക്കുന്ന ഭാർഗവരാമൻ. ഈ 3 അവതാരങ്ങളും രാമമന്ത്രത്തിൽ. ആ രാമമന്ത്രം ജപിക്കുന്നതിൻ്റെ മഹത്വം പറയാ. സഹസ്രനാമത്തിന് തുല്യമാണ് ദേവി. അപ്പൊ ചോദിച്ചു ആരാ? ശ്രീരാമചന്ദ്രൻ. അപ്പൊ എല്ലാതും ഒന്ന് ചുരുക്കി 2 പേജില് രാമായണ കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ ശ്രീ പാർവതി ദേവി പറയാ, ഇങ്ങനെയൊന്നും കേട്ടാ പോരാ, ഒന്ന് വിസ്തരിച്ച് പറയൂ. അപ്പോ മഹാദേവൻ പറഞ്ഞു കൊടുക്കുക. അതിദേവനായ മഹാദേവൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് രാമായണ കഥ, വാൽമീകി രാമായണം. എന്തുകൊണ്ട് ഈശ്വരന്മാർ പോലും കഥാശ്രവണം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിത് ചെയ്യണ്ടേ? കാരണം നിങ്ങളിപ്പോ ഒരു 7 മണിക്ക് നമ്മൾ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഏത് ഒരു ഭക്തി പ്രഭാഷണ വേദിയിൽ നിങ്ങൾ എത്തിയാലും 2 മണിക്കൂർ പോണത് അറിയില്ല. വന്നിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ലൗകികര, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അസുഖങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും. അതിനപ്പുറം മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും അലട്ടലുകളും ഉള്ളവരാ ലൗകികര്. പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടേ ആത്മീയത്തിൽ ഉയരാൻ കഴിയൂ. രാമായണം പറയുന്നുണ്ട്, പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. പ്രാരബ്ധം ഇങ്ങനെ അനുഭവിക്കുക. ആനയുടെ ശരീരം കണ്ടിട്ടുണ്ടോ? വലിയ ശരീര, ശരിക്ക് നടക്കാൻ പോലും വയ്യ അല്ലെ? നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവാറുണ്ട്. ഇവിടെ പത്ര ആരും ഇല്ല തോന്നുന്നു. അപ്പോ അവർക്ക് നടക്കാൻ വയ്യ, മുട്ടുവേദനയാണ്, ഇരിക്കാൻ വയ്യ. എങ്കിലും ഒരു ആധ്യാത്മിക പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ സർവം മറന്നിരിക്കാൻ കഴിയും. യം ഭാവം സ്മരൻ. എന്തൊരു ഭാവത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ അതായി തന്നെ മാറുന്നു. വീണ മീട്ടിക്കൊണ്ടിരുന്നു, അപ്പുറത്തെ വീണ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മീട്ടി എന്ന കഥ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്താ പറയുന്നത്? പണ്ട് ഭൂമിദേവി ബ്രഹ്മാവിനെ സമീപിച്ചു. ഈ ലോകത്ത് ഇപ്പൊ ഭൂമി ഇട്ടൊന്ന് കുടഞ്ഞില്ലേ വയനാട്ടില്? മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവന്റെ സുഖ സൗകര്യങ്ങൾ കൂട്ടുന്നത്. സഹിക്കാൻ വയ്യാതെയാകുമ്പോൾ ഭൂമി ഒന്നിട്ടാണ് കുടയും. അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. നിരപരാധികൾ പോലും അതിൽ പെട്ടു. ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഒരു സുപ്രഭാതത്തില് 15 പേരുള്ള ഒരു ഫാമിലിയിൽ ഒരാൾ മാത്രം സ്വന്തമായി വീട് പോലും ഇല്ലാത്ത, അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ. ഇത്രയേ ഉള്ളൂ മരണവും ഇത് തന്നെ എന്ന് കാണിക്കുക. 4 ആശ്രമങ്ങളെ വളരെ വ്യക്തമായി വരച്ചിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അധ്യാത്മ രാമായണം. എങ്ങനെയാ? ശ്രീരാമചന്ദ്രൻ കുട്ടി ഉണ്ടാവാഞ്ഞിട്ട് എന്താ ചെയ്തത്? കുലഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുക, എനിക്കൊരു കുഞ്ഞില്ലല്ലോ, അനപത്യത്വ ദുഃഖം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഋഷ്യശൃംഖനെ വരുത്തി എന്ത് ചെയ്യണം? വൈശാലി എന്ന സിനിമ വാൽമീകി രാമായണത്തിൽ നിന്ന് എടുത്തതാ. നമ്മുടെ ഇതിഹാസങ്ങളിൽ കാണാത്തതൊന്നും ഈ ഭൂമുഖത്ത് ഇല്ല. ഇഹ ആസീത്, ഇത് ഇവിടെ സംഭവിച്ചതാണ്. ഉത്തർപ്രദേശിൽ പണ്ടത്തെ അയോധ്യ, അവിടെ നിന്നും വനവാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാടുള്ള മധ്യപ്രദേശിൽ വന്ന് മഹാരണ്യ പ്രവേശം നടത്തി യാത്ര ചെയ്ത് കാട്ടിലൂടെ വന്ന് ശബരിമല, കേരളത്തിലെ ശബരി തപസ് ചെയ്തിരുന്ന ആ ശബരിമലയിൽ വന്ന് ശബരിക്ക് മോക്ഷം കൊടുത്ത് അഭിമാനിച്ചുകൂടെ? സ്ത്രീകൾ ചെന്നില്ലെങ്കിൽ എന്താ? ശബരി എന്ന ആ മഹാ തപസ്സിനിയുടെ പേരിലാ ശബരിമല അറിയപ്പെടുന്നത്. ആ വിവരം ഇല്ലാതെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? എന്നിട്ടോ അവിടെ നിന്ന് വീണ്ടും യാത്രയായി പമ്പാ നദി കടന്നു എന്ന് 4000 വർഷം മുമ്പ് രചിച്ചു വെച്ച വാൽമീകി രാമായണത്തിൽ പറയുന്നു. മഹാനദി കടന്നാൽ പഞ്ചവടി കാണാം എന്ന് രാമായണത്തിൽ പറയുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഈ നദികളുണ്ട്. അപ്പോ ഇത് ഇവിടെ സംഭവിച്ചതല്ലേ? ഇനി വേറെ തെളിവ് വേണോ? പുരാണം. പുരാ അഭിനവം, പഴയതാണെങ്കിലും അതിൽ പുതുമയുണ്ട് എന്നതാണ് സത്യം. എന്നിട്ട് പിന്നെ എങ്ങോട്ടാ വന്നേ? താഴെ വന്നു. ഇതേ ഒറ്റച്ചാട്ടം ഹനുമാൻ അല്ലേ ലങ്കയിലേക്ക് അങ്ങെത്തി. ശ്രീലങ്ക ഇപ്പോഴും ഉണ്ട്. മഹാസേതു, രാമസേതു, രാമേശ്വരം ഇപ്പോഴും ഉണ്ട്. ശ്രീരാമചന്ദ്രൻ രാമേശ്വരൻ അഭിഷേകം ചെയ്തതൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും പോയി കാണുമ്പോഴാണ് നമുക്ക്, ഭഗവാനെ എനിക്കൊരു മനുഷ്യജന്മം കിട്ടിയല്ലോ. എന്താ ഉപനിഷത്ത് പറയുന്നത്? മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, നിങ്ങൾക്ക് അപൂർവമായി കിട്ടുന്ന ഈ മനുഷ്യജന്മം നശിപ്പിച്ച് കളയരുതേട്ടോ. എന്തുകൊണ്ടാ? എത്രയോ ജന്മങ്ങൾക്കു ശേഷം കിട്ടിയ ഈ മർത്യജന്മം. എന്താ മർത്യന്റെ പ്രത്യേകത? ഒന്ന്, മർത്യൻ മരണമുള്ളവനാ.
ഈ മരണത്തിൽ നിന്ന് ജയിക്കണ്ടേ? മനനം ചെയ്യാൻ കഴിവുള്ളവനാ മനുഷ്യൻ, മനീഷയുള്ളവനാ മനുഷ്യൻ. അപ്പോ ഈ കാണുന്ന ശരീരം ഒന്നും അല്ല, ഇതിനുള്ളിൽ ഇരിക്കുന്ന ആ വലിയ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോ പലരും മുനീശ്വരന്മാർ എന്താ ഇവിടെ പറയുന്നത്? ദശരഥൻ പറയാണ്, ആ ശാപം കിട്ടിയ കഥ പറയുമ്പോ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ, അതുകൊണ്ടാ മാമുനീശ്വരന്മാരെ നമ്മൾ ഇത്രയും ബഹുമാനിക്കുന്നത്. 4 പ്രധാന മാമുനികളെ നമുക്ക് രാമായണത്തിൽ കാണാം. വസിഷ്ഠൻ പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്രൻ കരഞ്ഞ് തളർന്നു, ഭരതൻ വിഷമിച്ചു, അച്ഛന്റെ ഉദകക്രിയ നടത്താൻ പറയുമ്പോ അപ്പൊ ഇവര് കരഞ്ഞപ്പോ പറയാണ്, ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജനിച്ചിട്ടുണ്ടോ അവന് മരണമുണ്ട്, സത്യമല്ലേ? പിന്നെ പറയാണ്, മരണം എന്ന് പറയുന്നത് ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. ഈ ജീർണത വരുമ്പോ ഈ ശരീരത്തിലിരുന്ന് ഇനി കർമ്മം ചെയ്യാൻ സാധ്യമല്ല എന്നൊരവസ്ഥ വരുമ്പോ ആ ശരീരം അവിടെ വീഴുന്നു. പക്ഷേ നമ്മൾ ചെയ്തു തീർക്കാൻ ഇനിയും കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതാണ് സഞ്ചിത കർമ്മം എന്ന് പറയും. പിന്നീട് അടുത്ത ജന്മത്തിൽ സഞ്ചിയിലാക്കി കൊണ്ടുവരുന്നതാ ഈ സഞ്ചിത കർമ്മങ്ങൾ. ആ കർമ്മം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി ഇനിയും ജന്മമെടുക്കും. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് സഹസ്രനാമമൊക്കെ ചൊല്ലും, അർച്ചനയൊക്കെ നടത്തും, എന്തൊക്കെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് അത് തരണേ കേട്ടോ, ഇത് തരണേ കേട്ടോ, ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. കൃഷ്ണ, ഹേ ശ്രീ പാർവതി ഭദ്രേ, ഇതേ ഞാനൊരു സൽപ്രവൃത്തി ചെയ്തു, അത് ഈ വിളക്കാകുന്ന പദാരവിന്ദങ്ങളിൽ ഞാനിതാ സമർപ്പിച്ചു. ഞാൻ ചെയ്ത ഈ സൽക്കർമ്മത്തിന്റെ പാപങ്ങളും പുണ്യങ്ങളും എല്ലാം അമ്മ തന്നെ സ്വീകരിച്ചോളൂ, എനിക്ക് യാതൊരു കർമ്മഫലവും വേണ്ടാട്ടോ. മരണത്തെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞു വെച്ചിരിക്കുക വസിഷ്ഠ മഹർഷി രാമായണത്തിൽ. ഗീത എന്താ പറയുന്നത്? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. ഇത് ശരിക്കും വേദ തത്വങ്ങൾ കറന്നെടുത്ത് വെച്ചതാ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന. ഗോപാലനന്ദന് എല്ലാ ഉപനിഷത്ത് വേദാന്ത അത് കറന്നെടുത്ത് വെച്ച ഭഗവത്ഗീത. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി വാൽമീകി രാമായണത്തിലൂടെ, അധ്യാത്മ രാമായണത്തിലൂടെ മഹർഷീശ്വരന്മാർ നമ്മോട് പറയാ, മരണം എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്പാന പൂന്താനന്ദിനുമേനി വളരെ ലളിതമായി പറയുന്നു, വിധിച്ചിടുന്ന കർമ്മമോടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരിടത്ത്. ഇതൊക്കെ അങ്ങനെ കേൾക്കും രാവിലെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിക്കണം, മനനം ചെയ്യണം. അപ്പോഴാ മനസ്സിലാവുക ഞാൻ എന്തിന് ജനിച്ചു, എന്താണ് മരണം, എന്തിനാണ് ഈ ജീവിതം, എന്താണ് പറയുന്നത്? ഇതിൽ പറയുന്നുണ്ട്, നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. വസിഷ്ഠമുനി പറയുന്നതാ. അപ്പോ രാമായണത്തിലെ ഓരോ വരികളും എടുത്തു വെച്ചിങ്ങനെ കീറി മുറിച്ച് ഇഴ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നിസ്സാരമായ ഈ സംസാരത്തിൽ എത്രയാണുള്ളത്? 50 വർഷം, പിന്നുള്ളതൊക്കെ അസുഖങ്ങളാ, മെഡിക്കൽ ഷോപ്പാ എല്ലാ വീട്ടിലും. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നിസ്സാരമാണ്. നിങ്ങൾ ഭാഗവതക്കാരും ചൊല്ലാറില്ലേ, സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. ഹേ കൃഷ്ണ, ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങി കളിക്കുന്ന എന്നെ ഒന്ന് ഉദ്ധരിക്കണമേ. ഇത് തന്നെയാ രാമായണവും പറയുന്നത്. അപ്പോ എങ്ങനെ ഈ സംസാര സാഗരത്തിൽ നിന്നും നമുക്ക് പൊങ്ങി വരാം? ആത്മീയമായ ഉയർച്ചയിലൂടെ. ചോദിക്കുന്നുണ്ട് ആരാണ് ഭക്തൻ ശബരിയോട്, ഞാനൊരു നീചജാതിയിലുള്ള വ്യക്തിയാ, ഞാനൊരു സ്ത്രീയാണ്, അക്ഷരാഭ്യാസം ഇല്ല ശ്രീരാമചന്ദ്ര, എങ്കിലും അങ്ങ് എനിക്ക് ദർശനം തന്നൂലോ എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോ ശ്രീരാമചന്ദ്രൻ പറയാ, പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല, ഇതൊന്നും അല്ല, എന്നെ കണ്ടു കിട്ടാൻ എന്തേ വേണ്ടു? ഭക്തി മാത്രം മതി. അപ്പൊ എന്താ ഭക്തി? ഭക്തന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഭക്തലക്ഷണ ദുജിജ്ഞാസ ഏവ. നിങ്ങൾ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരിക്കുന്നത് എന്താണോ? നിങ്ങൾക്കതറിയാനുള്ള ആഗ്രഹം. രാമായണം കഥ അറിയാഞ്ഞിട്ടാണോ? അല്ല. ഡിഫറൻ്റ് ആയിട്ട്
ഓരോ ആചാര്യന്മാർ വരുമ്പോൾ അവർക്ക് പല തരത്തിലാവും ആ വിഷയം അവതരിപ്പിക്കുക. രാമകഥ എന്നോ പാടിത്തുടങ്ങി. പറന്ന് നടക്കുന്ന കിളികൾക്ക് പോലും രാമനാമ മാഹാത്മ്യം അറിയാമായിരുന്നു. സാധാരണക്കാർക്കാണ് അറിയാത്തത്. അപ്പോൾ ആ രാമകഥ പലതരത്തിൽ അങ്ങനെ വർണ്ണിക്കുമ്പോൾ സർവം മറന്നിരിക്കാൻ കഴിയുന്നത് ഭക്തിയുടെ ലക്ഷണം. കാരണം പറയാണ്, ഭക്തിയുടെ 9 പടികളൊക്കെ പറയുന്നുണ്ടല്ലോ. നവധാ ഭക്തി പറയാണ്, മൽ കഥാശ്രവണം, എൻ്റെ കഥകൾ അങ്ങനെ കേൾക്കുക. മുനീശ്വരന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണു, കേട്ടോണ്ടിരിക്കണു. കാരണം പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകുന്നതാണ് ഈശ്വര കഥകൾ. ഒരു സിനിമ ഇപ്പൊ വരുന്നത് പ്രത്യേകിച്ചും ഒരു തവണ കണ്ടാൽ രണ്ടാമത് അയ്യോ വേണ്ടാന്ന് പറയും ഇല്ലേ? പക്ഷെ എത്ര കാലമായി നിങ്ങൾ രാമായണം ചൊല്ലുന്നു, ഇവിടെ നിന്ന് ചൊല്ലും. രാമായണം അറിയാത്ത ആരുമില്ല. എങ്കിലും രാമകഥ ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരാൻ വരുന്നു എന്ന് അറിയുമ്പോൾ ആ ഒരു സംസ്കാരമുള്ളവരെ എല്ലാം ത്യജിച്ച് അവിടെ വന്നിരിക്കാൻ തയ്യാറാവുന്നു. അതാണ് രാമനാമത്തിൻ്റെ മഹത്വം. കാരണം നമ്മളെ കലി വരുന്നുണ്ട്, കലികാലം വരുന്നുണ്ട്. ഈ കലിദോഷം തീരാന് എന്താ ചെയ്യാ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോ കലിസന്ധാരണോപനിഷത്തിൽ ഒരു മന്ത്രം പറയുന്നുണ്ട്. ഒരു നിയമവും ഇല്ല ഈ മന്ത്രത്തിന്. എന്താ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എത്ര മന്ത്രമായി? 16 നാമങ്ങൾ ഭഗവാന്റെ ഒറ്റയടിക്ക് ചൊല്ലി ഒരു ശ്വാസത്തില്. അപ്പോ ആദ്യം എന്താ വിളിച്ചത്? ഹരേ രാമ. ശരിക്കും ശ്രീരാമനേക്കാൾ കൂടുതൽ നമ്മൾ പറയാ കൃഷ്ണൻ പൂർണ്ണാവതാര. എന്നിട്ട് പോലും കൃഷ്ണനെ രണ്ടാമതേ വിളിച്ചു. ആദ്യം വിളിച്ചു ഹരേ രാമ. രാമമന്ത്രത്തിന്റെ മഹത്വം. ഇനി ഈ ശ്രീരാമചന്ദ്രൻ ഉണ്ടാവാൻ വേണ്ടി പുത്രകാമേഷ്ടി ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശം എന്താ? ഈ വന്യകുണ്ടത്തിൽ നിന്നും ഒരു സ്വർണ്ണപാത്രത്തിൽ പായസവുമായി വന്നു. അപ്പം ദക്ഷിണൊക്കെ വെച്ചു. ദക്ഷിണാം ദശരഥൻ നമസ്കരിച്ച സമയത്ത് 2 ഭാര്യമാർക്ക് കൊടുത്തു അത്രേ. അപ്പൊ ബാക്കിയില്ല. മൂന്നാമതൊരു ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണക്കാരായ നമ്മൾ എന്താ ചെയ്യാ? ദേഷ്യപ്പെടും, ക്രോധാലയം പോലെ എനിക്ക് തന്നില്ല, ആ ഭാര്യമാരുടെ സ്നേഹമുള്ളൂ. അത് സാധാരണക്കാരന്റെ ചിന്താഗതി. സുമിത്ര അവിടെ നിന്നു, അത് നോക്കി. എന്തായാലും ഒരു കുട്ടി ഉണ്ടാവാൻ പോവല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്തു? പകുതി ഇവർ 2 പേരും അവൾക്ക് നൽകി. അവൾക്ക് 2 കുട്ടികൾ ഉണ്ടായി എന്ന് പറയുന്നു. ഷെയറിങ്, കെയറിങ്, ക്യൂറിങ്. ഇതാണ് നമുക്കില്ലാത്തത്. ഇവിടെ ഷെയറിങ്, പകുത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ എന്തും ഇപ്പൊ വീട്ടിലൊരു പ്രസാദം കൊണ്ടുവന്നു, നമ്മുടെ അയൽവാസിക്ക് ഒരു ശകലം അങ്ങോട്ട് കൊടുത്താൽ അവർക്കും ആ പ്രസാദം കിട്ടിയില്ലോ, അങ്ങനെ ചിന്തിക്കാൻ തോന്നണം. ഈ സ്വന്തം സഹോദരങ്ങൾക്ക് പോലും കൊടുക്കാനുള്ള മനസ്സില്ല. രാമായണം നമ്മളെ പഠിപ്പിക്കുക ത്യജിക്കാനുള്ള മനസ്സ്. ശ്രീരാമചന്ദ്രൻ എല്ലാം ത്യജിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാ? അക്കാദമിക്ക് കിട്ടിയിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാ? വിശ്വാമിത്ര മഹർഷിയുടെ കയ്യിൽ നിന്നാ. വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോയില്ലേ കുട്ടികളെ അവിടെ നിന്ന്? അപ്പൊ എന്താ കൊടുത്തേ? വിശ്വാമിത്രൻ കൊടുത്ത ആ ഒരു സത്സംഗം ശ്രീരാമചന്ദ്രന്റെ മനസ്സിനെ പാകത ഉള്ളതാക്കി. അതുകൊണ്ടാണ് രാജ്യമൊന്നും കിട്ടില്ല എന്നറിഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തെ നേരിട്ട് ഇത്രയൊക്കെ പറയണമോ മാതാവേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കാ ശരിക്കും എന്നോട് ഇഷ്ടമുള്ളത്. ദണ്ഡക രാജ്യം അല്ലെ, ദണ്ഡം എത്രയേ തുലോം. ഈ രാജ്യഭാരം ഒക്കെ വളരെ ദണ്ഡകവാസം വളരെ എളുപ്പ. കാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞു വിടുമ്പോ എന്താ ആഗ്രഹം? രാജ്യം ഭരിച്ച് ടെൻഷനായിരിക്കാനാണോ? ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് പോകണം. അപ്പൊ എന്താ? സീതയും കൂട്ടിയിട്ട് അരുവിയും കണ്ടിട്ട്. ഇപ്പൊ നമ്മൾ അതിനല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? കാട്ടിലേക്കോ എവിടേക്കെങ്കിലും ഒക്കെ അങ്ങോട്ട് പോകും. അച്ഛനും അമ്മയ്ക്ക് അവിടെ കിടക്കട്ടെ, ശല്യായി. അതാണ് സത്യം. അപ്പോ അവര് വിട്ടുപോകും. അതുപോലെ ശ്രീരാമചന്ദ്രൻ തിങ്ക് പോസിറ്റീവ് എന്ന പാഠം നമ്മളെ പഠിപ്പിക്കുക. അച്ഛൻ അത് പറയാൻ പേടിച്ചു. എന്തുകൊണ്ടാണ് ദശരഥൻ തളർന്നത്, താഴെ വീണത്? ദശരഥൻ 10 ദിക്കിലേക്ക് ഒരേ സമയം രഥം ഓടിച്ചിരുന്ന ദശരഥൻ എന്ന ചക്രവർത്തി മാനസികമായി തളർന്ന് താഴെ വീണുപോയി. കാരണം എന്താണെന്നറിയോ? രാമകഥ നമ്മോട് പറയുന്നത് ധർമ്മം എങ്ങനെ പരിപാലിക്കണം. വാൽമീകി മഹർഷി നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വേദ അർത്ഥങ്ങൾ ഒരു കഥയിലൂടെ എഴുതി വെച്ചതാണ് രാമായണം. എങ്ങനെ കറക്റ്റ് ഒരു പൊളിറ്റിക്സാ, ഒരു രാജ്യം ധർമ്മത്തിലൂന്നി നിന്ന് സത്യത്തിലൂന്നി നിന്ന് എങ്ങനെ ഭരിക്കണം എന്ന് കാണിക്കുന്ന കഥയാണ് രാമായണം. അപ്പോൾ ഇവിടെ സത്യത്തിലാണോ അദ്ദേഹം ഉറച്ചു നിന്നത്? സത്യമായിരിക്കാം, പക്ഷേ ധർമ്മം ഉണ്ടായില്ല. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകളെ, രാജ്യത്തിൻ്റെ സേഫ്റ്റി നോക്കണം. ഇവിടെ എന്താ ചെയ്തത്? ധർമ്മം പാലിച്ചു. ഭർത്താവിൻ്റെ ധർമ്മമാണ് ഭാര്യയുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളത്. പക്ഷേ
മറ്റൊരു കാര്യം പറയുന്നത്, നമ്മളെപ്പോഴും കുട്ടികൾ നമ്മളോട് 2 എണ്ണം വേണമെന്ന് പറയൂലേ, അതപ്പോൾ 2 എണ്ണം കൊടുക്കും. പക്ഷെ 1 കൊടുക്കാവൂ എന്നുള്ള പാടാണ് അവിടെ. അന്ന് ആ വിരൽ 1 വെച്ചോളൂ, 2 വരം ചോദിച്ചോളൂ. സന്തോഷം മുറ്റി നിൽക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കരുത് എന്ന പാഠം രാമായണം നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ 2 വരം ചോദിച്ചോളൂ എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നപ്പോൾ ഭരതന് രാജ്യം വേണമെന്നേ പറയൂ. മറ്റൊരു പാഠം. മറ്റൊന്ന്, ഇപ്പൊ കല്യാണം കഴിക്കുകയാണ്, ഈ 2 ഭാര്യമാര് വേണമെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ, 1 മതി എന്നത് തെളിയിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. മറ്റൊന്ന്, ഇവിടെ ഒരു വാഗ്ദാനം, ഒരു കടപ്പാട് പിന്നേക്ക് നീട്ടിവെക്കരുത്. കൊടുക്കാനുള്ളതൊക്കെ അപ്പപ്പം കൊടുത്തു തീർക്കണം. എന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? സ്ത്രീജിതനായ, എന്താ പറയുന്നത് എന്നറിയോ ലക്ഷ്മണൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം. വയസ്സായ പ്രശ്നമാണ് അച്ഛനെ പിടിച്ചു കെട്ടിയിട്ട് അല്ലെങ്കിൽ കൊന്നിട്ട് തന്നെ ഞാൻ രാജ്യം നേടിത്തരാം, അഭിഷേകം കഴിക്കാം. ആ ഒരു ദേഷ്യക്കാരനായ ലക്ഷ്മണന്റെ മുന്നിൽ ചെറുപുഞ്ചിരിയോടെ ആശ്ലേഷിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീരാമചന്ദ്രൻ. ദേഷ്യപ്പെടുന്നവനോട് നമ്മളും ദേഷ്യപ്പെട്ട അവിടെ ശബ്ദം ഉണ്ടാവൂലേ? നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ഭർത്താവായാലും ഭാര്യയായാലും കുട്ടിയായാലും ചിരിച്ചുകൊണ്ട് അനുനയത്തിൽ പെരുമാറണമെന്ന വലിയ ഒരു പാഠം ലൗകികർക്ക് കാണിച്ചു തരുന്ന വലിയ കഥയാണ് രാമായണം. ഇനി കൈകേയി മാതാവ് നോക്കൂ, എന്താ ചെയ്തത്? ഏറ്റവും ഈയാമ്പാറ്റ ഈ വിളക്കിന്റെ സൗന്ദര്യം കണ്ട് അതിൽ മുങ്ങി ചത്തുപോകുന്നില്ലേ? അതുപോലെ കൈകേയിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് തളർന്ന് താഴെ വീണുപോയി ദശരഥൻ എന്ന ചക്രവർത്തി. പക്ഷെ ശ്രീരാമചന്ദ്രൻ തളർന്നില്ല. വിശ്വാമിത്ര മഹർഷിയുടെ സത്സംഗത്തിന്റെ ഗുണം പറയാ. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു, കാട്ടിലേക്ക് കൊണ്ടുപോയി രാക്ഷസന്മാരെ കൊല്ലാൻ. അപ്പൊ എന്താ പറഞ്ഞ്? ഓം കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ. ഹേ കൗസല്യയുടെ സുപ്രജയായ ശ്രീരാമ, എഴുന്നേൽക്കൂ, പൂർവ സന്ധ്യ പ്രവർത്തതേ. പ്രാതസന്ധ്യയിലും പ്രദോഷസന്ധ്യയിലും നമ്മൾ നാമം ജപിക്കണം, ഉറങ്ങിക്കളയരുത്. ഒരു ദിവസം നഷ്ടമായാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. നമ്മുടെ വിചാരം എന്താ? പിന്നെവാം, നാളെവാം, അങ്ങനെ മാറ്റിവെച്ചു ദശരഥൻ. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ, നാളെ ചെയ്യേണ്ടത് ഇന്നും ചെയ്തു നോക്കൂ, നല്ല സമാധാനം ഉണ്ടാവും. കൃതകൃത്യത എന്നൊക്കെ പറയും. നമുക്ക് ആ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർത്താൽ കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് ചെയ്യാത്തവർക്കാണ് സമാധാനം ഇല്ലാത്തത്. ഇതെല്ലാം സൈക്കോളജിയാണ്. എൻറ്റയർലി ഒരു ബിസിനസ് മാനേജ്മെൻറ്റാ ഭഗവത്ഗീത. ഈ ഗീത പറയുന്ന അതേ കാര്യങ്ങൾ ഇതിലും പറയുന്നുണ്ട്. ശരീരം ക്ഷേത്രമാണ് എന്ന് ഗീതയിലും പറയുന്നത് അത് തന്നെ. എന്തേ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഒരേ കാര്യം പലതരത്തിൽ പറയാൻ? പല വ്യക്തികളും പലതരത്തിലാ. ഇപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരുടെയും മുഖത്ത് 2 കണ്ണുണ്ട്, ഒരു മൂക്കുണ്ട്, 2 പുരിക ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ വ്യത്യസ്തരല്ലേ? അതുകൊണ്ടാണ് ഹൈന്ദവന് 30 കോടി ദേവതകൾ. പലർക്കും ഡിഫറെന്റ് ടേസ്റ്റാ. ചിലർക്ക് ഗണപതിയോടായിരിക്കും, സരസ്വതിയോടായിരിക്കും. സ്വർണത്തിന് എന്താ ഭാവം? നമ്മുടെ മനസ്സിലൊരു മഞ്ഞ ലോഹ. പക്ഷേ മാല, വള എന്ന് പറയുമ്പോൾ പല രൂപങ്ങളല്ലേ? അതുപോലെയാണ് എല്ലാം അവസാനം ഒന്നിൽ ലയിക്കുന്നു. ആത്മാവിനെ കുറിച്ച് വിശദമായി ഇതിൽ ലക്ഷ്മണോപദേശത്തിൽ പറഞ്ഞു കൊടുക്കുക. ഈ ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പഞ്ചഭൂതാത്മകമായി ഈ ദേഹം. മരണത്തിനെ കുറിച്ച് പറയാ. ജനിക്കുമ്പോൾ എങ്ങനെയാ? ഇങ്ങനെ എല്ലാം മുറുക്കി പിടിക്കും കുട്ടി. മരിക്കുമ്പോഴോ ഒന്നും വേണ്ട, കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ജനനവും മരണവും അതിനിടയിലുള്ള ആ ഒരു ഇടവേള എങ്ങനെ നമ്മൾ ഉപയോഗിച്ചു, ജീവിതം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ആധ്യാത്മിക ഉയർച്ച. ഈ ആത്മീയമായ സംസ്കാരത്തിൽ നിങ്ങൾ വന്ന് പെട്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എത്രയോ ജന്മം എടുക്കുന്ന നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഇതുപോലെ ഇതിലും നല്ല ഒരു ആത്മീയ സംസ്കാരമുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചവരാവും. ഇപ്പോൾ ചില സ്റ്റേജിലൊക്കെ ഗീത പറയാൻ വിളിക്കും. ഗീത പറയാൻ ഇത് തുറക്കുമ്പോൾ ഒരു ശ്ലോകം എടുത്ത് 1 or 2 തവണ ചൊല്ലിയ പിന്നെ അവിടെ ചെന്ന് അതങ്ങോട്ട് ഒഴുകി വരും. അപ്പോൾ തോന്നും ഇതെന്നോ പഠിച്ചതുപോലെ ഉണ്ടല്ലോ. സത്യത്തിൽ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായത്? വിവേകാനന്ദൻ എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇതെല്ലാം. എന്തേ വേണ്ടൂ? ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. അതാണ് എല്ലാം. ഒന്ന് തുറന്നു നോക്കൂ. ഇപ്പം വിഷ്ണു സഹസ്രനാമം ഒക്കെ ഒരാഴ്ച ചൊല്ലിയാൽ ബൈഹാർട്ടായി. എവിടുന്നാ അത് വരണേ?
അപ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഒന്ന് പൊടി തട്ടി ആ ഒരു ചെറിയ ഒരു മാറ്റം, തലനാരിഴയ്ക്കുള്ളൊരു വ്യത്യാസമാണ് ആത്മീയതയും ഈ തത്വത്തിൽ അല്ലാതെ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ രാമായണം അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓരോ കഥാപാത്രങ്ങളിലൂടെയായി നന്മയുടെ വിജയത്തെക്കുറിച്ച് എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് പറയുക. ഇനി ഇതേപോലെ തന്നെ കൗസല്യ മാതാവിനെ നോക്കൂ. അമ്മ കുട്ടിയെ കാണുമ്പോൾ പൊതുവേ അമ്മമാരെന്താ ചോദിക്കുക? വിശക്കുന്നുണ്ടോ, ഊണ് കഴിക്കാൻ വരൂ എന്ന് പറയൂലേ. അന്നപൂർണേശ്വരിയായ അമ്മ ആനന്ദത്തോടെ വിളിക്കുക ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ. സ്നേഹവാചനമായ മകനോട് പറയാണ്, എന്തെൻ മകനെ മുഖം ഭുജം വാടുവാൻ ബന്ധമുണ്ടായതോ പാരം വിശക്കയോ. അന്നപൂർണയായ അമ്മ വിളിച്ച് ചോറുണ്ണാനിരിക്കാൻ പറയുമ്പോൾ എന്താ പറയാ? ഇപ്പോൾ ഭുജിപ്പാൻ അവകാശമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. വളരെ ശാന്തമായിട്ട് ആ ഉത്തരം പറഞ്ഞ് ആ അമ്മ എന്താ വിചാരിക്കുന്നത്? ഒന്നും ആദ്യമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഉപദേശിച്ച് യാത്രയാക്കിയ കൗസല്യാദേവി നമുക്ക് അന്നപൂർണയായ അമ്മ, സ്നേഹനിധിയായ അമ്മയെ കാണിച്ചു തരിക. ഇങ്ങനെ 3 കഥാപാത്രങ്ങളെ സുമിത്ര എന്താ ചെയ്തേ? ലക്ഷ്മണനെ ഉപദേശിച്ചു. രാമായണത്തിലെ ഏറ്റവും വലിയ മന്ത്രമായ അയോധ്യ മടവിം വിദ്യം എന്ന് പറഞ്ഞ് ഉപദേശിക്കുക. അച്ഛനെയും അമ്മയെയും പോലെ കാണണം, ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും അടവി അയോധ്യയെ പോലെ കാണണം. എന്നിട്ട് എന്തേ ഉണ്ടായേ? സീതാദേവിയുടെ ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിക്കും, വാൽമീകി രാമായണത്തിലാട്ടോ, ഈ ആഭരണങ്ങൾ നിനക്കറിയോ ലക്ഷ്മണ? അപ്പൊ പറയാ, ഈ വളകൾ എനിക്ക് പരിചയമില്ല, ഈ കുണ്ടലങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ആ പാദസരങ്ങൾ ദേവിയുടെ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് സീതാദേവിയുടേത് തന്നെയാണ്. അത്രയും പരിശുദ്ധനായ ലക്ഷ്മണനോട് എന്താ പറഞ്ഞത്? എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല, നിനക്ക് അങ്ങനെ രാമനാശാകാംക്ഷിതനായ ഭരതന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ പ്രാപിക്കാനാണല്ലേ വന്ന് അത്ര പരുഷമായി സംസാരിക്കുമ്പോൾ സീതാദേവിയുടെ മുന്നിന്ന് സങ്കടത്തോടുകൂടി ചെവികൾ പൊത്തി ഒരു പോക്കുണ്ട്. ആരെ പ്രാർത്ഥിക്കുക? വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. എന്ത് സുന്ദരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ലയിച്ചിരിക്കില്ലേ? ആ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവൻ അങ്ങനെ സുഖിക്കും. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും. നമ്മുടെ ജീവൻ അതാണ് ഈ സംസ്കൃത ശ്ലോകങ്ങൾ. നിങ്ങൾ ആ ഭാഗവതത്തിലൊക്കെ കുന്തി സ്തുതിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് സുഖമായിട്ടാ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. നമ്മുടെ ജീവനാ സുഖിക്കുക. അപ്പൊ ശ്ലോകങ്ങളുടെ ഒരു സുഖാണ്. ഈ ശോകത്തിൽ നിന്നും ശ്ലോകമായി ഒഴുകി വന്നതാണ് രാമായണം. ഏത് ശ്ലോകത്തുനിന്നാ? മാ നിഷാദ അരുത് കാട്ടാള എന്ന ആ 4 വരികൾ എവിടുന്നാ ഒഴുകി വന്നത്? വെറും കാട്ടാളനായിരുന്നു, പിന്നീട് മാമുനിയായി മാറിയെങ്കിലും ഒരു തപസ്സിലൂടെ തമസാ നദിക്കരയിൽ താമസിച്ചിരുന്ന ആ വാൽമീകി മഹർഷിക്ക് എന്തേ അങ്ങനെ പറയാൻ തോന്നിയത്? അതാണ് തപസ്. തപം തപ 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 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലിരുന്ന് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവാൻ. ആ തപസ്സിന്റെ മഹത്വമാണ് ഈ ശ്ലോകം. ശോകം ശരിക്കും അത് കാടിന്റെ നീതിയാണ്. നിഷാദൻ എന്ത് ചെയ്യുന്നു? കാട്ടാളൻ അമ്പെയ്ത് കൊല്ലും, അവരുടെ ഭക്ഷണാണ്. പക്ഷെ ആ വാൽമീകി എന്ന മഹർഷി എന്ന ഉയരത്തിലേക്ക് പൊങ്ങിയപ്പോൾ എന്ത് ചിന്തിച്ചു? ഈ മിഥുനം, യുവമിഥുനങ്ങളായ ആ ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ആ ഒരു സങ്കടത്തിൽ നിന്ന്, ശോകത്തിൽ നിന്ന് ഒഴുകി വന്ന ശ്ലോകങ്ങളാണ് വാൽമീകിയുടെ 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം. എന്നിട്ട് എന്താ എഴുതി വെച്ച്? രാമകഥയിലൂടെ വേദാർത്ഥ തത്വങ്ങൾ അങ്ങനെ പറഞ്ഞു വരിക. ഇനി
ഇതെല്ലാം കഴിഞ്ഞ് സാധാരണക്കാരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗുഹനാണ് സ്വീകരിക്കുന്നത്. ഗുഹൻ ഇങ്ങനെ കടിച്ചു നോക്കൂ ഇത്രേ മധുരമുണ്ടോ എന്ന്. ഗുഹൻ കടിച്ചിട്ട് അത്രേ പാത്രത്തിൽ വെക്കുക. ശ്രീരാമചന്ദ്ര കഴിച്ചോളൂ കേട്ടോ. നമ്മളാണെങ്കിൽ പറയും ലക്ഷ്മണൻ കഴിക്കില്ല അത്രേ, വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ശ്രീരാമചന്ദ്രൻ ശബരി കടിച്ചു കൊടുത്ത പഴം സന്തോഷത്തോടുകൂടി മധുരയിലേക്ക് വലിച്ചെറിയൂ അത്രേ. അതാണ് നമ്മുടെ മനസ്സാണ് പ്രധാനം എന്നാ പറയുന്നത്. അത്രയ്ക്കും വേണം നമ്മുടെ ഭക്തി സമർപ്പണം എന്ന് കാണിക്കുക. ഗുഹനെ എന്താ ചെയ്തേ? ചേർത്തണച്ചങ്ങടെ ആശ്ലേഷിച്ചു. അപ്പൊ ഒരു വരിയുണ്ട്, നിർണയം ജന്മവും പാവനം. കാട്ടാളനാണെങ്കിൽ എന്താ, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ, ഏത് ചിട്ടയിലാണ് അവർ ജീവിക്കുന്നത്? എന്നിട്ടും ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് മാത്രമുള്ള ആ അണച്ച ആശ്ലേഷിക്കൽ ഗുഹന് നൽകിയില്ലേ? അതുപോലെ ഭഗവാനോട് അങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയണമെങ്കിൽ ആ സമർപ്പണം, ഭക്തിയോടുകൂടിയുള്ള ഭക്തിയിൽ ഉയർന്നു നിൽക്കുന്ന ജീവിതം. നമ്മൾ എങ്ങനെയാ ഉയർന്നു നിൽക്കണേ? നമ്മുടെ വിചാരം നമുക്കൊക്കെ ഉയരണം, എന്തിലാ? സമ്പത്തിലാ ഉയരണ്ടെന്നാ. പക്ഷേ ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കണം, അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. നിന്റെ ഏറ്റവും വലിയ സുഹൃത്താര എന്ന് മഹാഭാരതത്തിൽ യക്ഷൻ ചോദിക്കുമ്പോൾ ഞാൻ നേടിയ അറിവ് എന്നാണ് പറയുന്നത്. അറിവിന് മുന്നിൽ അതിനും വലിയ സമ്പത്തൊന്നും ഇല്ല. ഗീതയും പറയുന്നുണ്ട്, വിദ്യാ വിനയ സമ്പന്നി ബ്രാഹ്മണേക വിഹസ്തിനി. വിദ്യ ആർക്കേ ഉള്ളൂ? വിനയമുള്ളവനേ ഉള്ളൂ, അല്ല വിദ്യാർത്ഥി. അതുകൊണ്ട് അവൻ വിദ്യാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു കാര്യം ഗുഹന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ആ വടക്ഷീരം കൊണ്ടുവന്ന് ജടയൊക്കെ കൊടുത്ത് ശ്രീരാമചന്ദ്രനെ കാനനത്തിലേക്ക് പിന്നെയും ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകുക. ഇനി ഭരതൻ വരുമ്പോ ആ പാതുകങ്ങൾ ചോദിക്കുന്ന ആ ഒരു സമയം നോക്കൂ. വേണമെങ്കിൽ ക്ഷത്രിയനാ, മൂത്ത മകന് രാജ്യം ഭരിക്കാൻ അവകാശമുണ്ട്, അച്ഛൻ മരിച്ചു, ചെയ്യാമായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞ്? സത്യവിരോധം, അച്ഛൻ്റെ വാക്ക് സത്യമാക്കണം. അതുകൊണ്ട് ഹേ ഭരത, നീ പോയി ഈ പാതുകങ്ങൾ വെച്ച് പൂജിച്ചോളൂ. ആദ്യം പറഞ്ഞു പോയി ഭരിക്കാൻ, ഞാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാതുകം ഊരിക്കൊടുത്തത് എന്താ? ഇനിയിപ്പയ്ക്ക് ചെരുപ്പും വേണ്ട, കല്ലും മുള്ളും നിറഞ്ഞ കാടാണേ. അപ്പോ വീണ്ടും വീണ്ടും കഠിനമായ വഴിയിലൂടെ ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾ കഠിനമായ എന്നുവെച്ചാൽ സത്യത്തിൻ്റെ പാത വളരെ പ്രയാസകരമാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക രാമായണം. ആ പാതയിലൂടെ വീണ്ടും ചെന്നാൽ ആ വിരാധന്റെ ഒരു സ്തുതിയുണ്ട്. വിരാധൻ വെറും ഒരു വിദ്യാധരന, ആ രാക്ഷസന്റെ ഭാവത്തിൽ വന്നിട്ട് ശ്രീരാമചന്ദ്രൻ വധിച്ച് മോക്ഷം കൊടുക്കുമ്പോൾ വിദ്യാധരനായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഹരിനാമകീർത്തനത്തിൽ പറയുന്ന അതേ വരികൾ, വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം, ഉത്തമ ഭക്തന്മാർക്കു വൃത്യനായി വരേണം ഞാൻ. എന്താ സ്തുതികള്! നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ. ഇതിങ്ങനെ ചൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇവിടത്തെ ഒരു സുഖല്യേ, അത് വേറൊന്നിനും തരാനാവില്ല. എന്താ പറഞ്ഞേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്ത്? ഈ കൈ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ചൂണ്ടാനല്ല. അങ്ങനെ ചൂണ്ടുമ്പോൾ മൂന്നാള് നമ്മളെ ചൂണ്ടുണ്ട്, മുകളിൽ ഒരാൾ നിൽക്കണുണ്ടേ. സർവന്തര്യാമിയ സർവസാക്ഷിയായ ഭഗവാനെ കുറിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമചന്ദ്രൻ. വേണമെങ്കിൽ സത്യവിരോധം വരുത്തി വന്ന് രാജ്യം ഭരിക്കാമായിരുന്നു. അർച്ചനം കൈകൾ കൊണ്ട് ഭഗവാൻ അർച്ചനം ചെയ്യണം എന്നാ പറയുന്നത്. വാണികൾ കൊണ്ട് നാമകീർത്തനം, നാവ് കിട്ടിയിരിക്കുന്നത് നാമം ജപിക്കാനാ. അതുകൊണ്ടാ മഹാദേവൻ പോലും എപ്പോഴും നാമസങ്കീർത്തനം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീഭദ്രയുടെ മുന്നിൽ ഇവിടെ അങ്ങോട്ട് വന്നിരുന്നു, നിങ്ങൾ അങ്ങനെ ജപിക്കുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ.
അപ്പോൾ നിങ്ങൾക്ക് സർവ്വ വേദനകളും മറക്കാൻ കഴിയുന്നില്ലേ? അതിലെങ്ങനെ ലയിച്ചിരിക്കാൻ കഴിയുന്നില്ലേ? ആ ഒരു സുഖം വേറൊന്നിനും തരാൻ കഴിയില്ല. എന്താ ഹനുമാൻ പറഞ്ഞത്? ഈ ആകാശവും ഭൂമിയും സൂര്യചന്ദ്രന്മാരും ഉള്ള നാൾ എനിക്ക് ഈ രാമകഥ. അപ്പൊ ഇവിടെ എവിടെയും വന്നിരിക്കുന്നുണ്ടാവും ഇത്രേ ഹനുമാൻ. രാമനാമം രാമകഥ ഉണ്ടോ അവിടെ നമ്മൾ അറിയാതെ വന്നിരിക്കും. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എനിക്ക് ഇങ്ങനെ രാമകഥകൾ പറഞ്ഞ് രാമനാമ സങ്കീർത്തനം ചെയ്ത് ജീവിച്ചാൽ മതി, മോക്ഷം പോലും വേണ്ട. എന്താ ഭട്ടേരിപ്പാട് പറഞ്ഞത് നാരായണീയത്തിൽ? ശരിക്കും അഷ്ടാംഗ യോഗ പഠിച്ചാൽ പരകായ പ്രവേശം ചെയ്യാം, നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ കൃഷ്ണ എനിക്കതൊന്നും വേണ്ടാട്ടോ, ഈ ഭക്തി മതി. അങ്ങയുടെ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലുക, കീർത്തിക്കുക, ചൊല്ലിയും കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇതിലും അപ്പുറം ഒരു സുഖമില്ല. എനിക്ക് മോക്ഷവും വേണ്ട എന്നാ പറഞ്ഞത്. കാരണം മോക്ഷമായ കൽക്കണ്ടായി മാറിയ പിന്നെ ആ സുഖം പോയില്ലേ? കൽക്കണ്ട വായിലിട്ടിരിക്കുമ്പോൾ വലിയ സുഖല്ലേ? ഭക്തിയാകുന്ന ഒരു കഷ്ണം കൽക്കണ്ടം നാമകീർത്തനം ചൊല്ലാൻ തോന്നിപ്പിക്കും. അതുപോലെ പറയാ, കാലുകൊണ്ട് അങ്ങയുടെ രാമക്ഷേത്രങ്ങൾ തോറും പ്രദക്ഷിണം വെക്കാൻ തോന്നിപ്പിക്കണം. ഉത്തമാംഗം തലയ്ക്കാണത്ര ഏറ്റവും വലിയ കനം. അതുകൊണ്ട് എനിക്ക് നമസ്കരിക്കാൻ മടിയാ നമ്മുടെ കുട്ടികൾക്ക്. പക്ഷെ നിർബന്ധിച്ച് പരിശീലിപ്പിക്കണം. ഹൈന്ദവന്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം സയൻസാ. ഈ ശരീരത്തിൽ ഇരുന്നാൽ സുഖം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷം, ഈ ഒരു അനുഭൂതി അനുഭവിക്കണമെങ്കിൽ, കാരണം ആത്മീയതയിലേക്ക് വന്നാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ കഴിയും. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അതിനു വേണ്ടിയ എല്ലാ ആചാരങ്ങളും. രാവിലെ എന്താ ഡോക്ടർ പറയാ? ഒരു 20 മിനിറ്റ് നടന്നോളൂ. അപ്പൊ തുടങ്ങും അമ്പലത്തിലേക്ക് വരാം. അതുവരെ വരില്ല, എക്സസൈസ് ആണ്. നമ്മൾ പ്രദക്ഷിണം വെക്കും. എന്താ പ്രദക്ഷിണത്തിന്റെ തത്വം? പതേ പതുക്കെ വേണത്രേ പ്രദക്ഷിണം വെക്കാൻ. എല്ലാം തത്വം അറിഞ്ഞ് ആരാധിക്കണം. അപ്പോഴാണ് അതിനൊരു സുഖം. രാവിലെ ഇവിടെ വന്നു പ്രദക്ഷിണം ചെയ്താലത്തെ ഗുണം എന്താണോ? രോഗം ഉണ്ടാവില്ല എന്നാ, ആരോഗ്യം ഉണ്ടാവും. ഉച്ചയ്ക്ക് വന്ന് മഹാക്ഷേത്രങ്ങളൊക്കെ ഉച്ചയ്ക്ക് തുറക്കൂലോ, വന്ന് പ്രദക്ഷിണം വെച്ചാൽ അഭീഷ്ട സിദ്ധി. സന്ധ്യയ്ക്ക് വന്ന് പ്രദക്ഷിണം വെച്ചാൽ പാപനാശം. നട്ടപ്പാതിരയ്ക്ക് മോക്ഷം തന്നെയാണ്. ശ്രീഭദ്ര മഹാദേവനോടുകൂടി ചുടലാ ഭദ്രകാളി വന്ന് നൃത്തം വെക്കുന്നത് കണ്ടപ്പോൾ കാറ്റുപോവില്ലേ? അതിന് വലിയ ഒരു തത്വമുണ്ട്. എന്താ തത്വം? ഈ രാവിലെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ആശ്രമം. 4 ആശ്രമങ്ങളുണ്ടല്ലോ. ആദ്യത്തെ ആശ്രമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു 25 വയസ്സ് വരെ ബ്രഹ്മചര്യ, പഠിക്കാൻ പോലും ജോലിയാവുക. ജോലിയായി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കും. അതാണ് നട്ടുച്ച ജീവിതത്തിൻ്റെ. രാവിലെ എന്താ? ആരോഗ്യം നല്ല വളർന്ന് വലുതാവണം ജീവിതത്തിൻ്റെ രാവിലെ. ഉച്ച എന്ന് പറയുമ്പോൾ അഭീഷ്ട സിദ്ധി. 25 വയസ്സ് കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിച്ച് 2 കുട്ടികളൊക്കെ ആയി ഒരു ബംഗ്ലാവൊക്കെ വെച്ച് കാറും വാങ്ങി എന്തായി? സന്തോഷമായി എന്ന വിചാരം. അപ്പൊ എന്താ? അഭീഷ്ട സിദ്ധി. 56 വയസ്സ് റിട്ടയർഡായി കഴിഞ്ഞാലോ പിന്നെയുള്ളത് ആശ്രമമാണ് വാനപ്രസ്ഥം. അവിടെ നിന്ന് അങ്ങോട്ടുള്ളതല്ലാത്തത്. ഇത് രണ്ടും ഉണ്ട് നമ്മുടെ ചുറ്റുപാടും ഇല്ലേ? ഈ വാനപ്രസ്ഥം സ്വീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പല വീടുകളിലും അമ്മായിയമ്മ പോരുണ്ടാവുന്നത്. ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. കാരണം മരുമകൾ കയറി വരുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ടയേർഡ് എന്നും പറഞ്ഞ് ഓഫീസിൽ നിന്ന് നമ്മളെ പുറത്തേക്കാക്കി. എന്നാലും ഇതൊക്കെ കൂട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? സർവം ത്യജിക്കാൻ, ഇതൊന്നും എൻ്റെ അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് ഉള്ളവർ എന്ത് ചെയ്യും? രാമായണമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ടേ. ഒരാളോട് ഞാൻ പറഞ്ഞു, കുടിയിരിക്കുമ്പോൾ ഗ്രന്ഥം കൊണ്ട് വേണം ഗൃഹപ്രവേശം ചെയ്യാൻ. ശരി ടീച്ചറെ, വാങ്ങി. 5 വർഷത്തിന് ശേഷം ചെന്നപ്പോഴും അതിങ്ങനെ കരി പിടിച്ചിരിക്കുക, അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത് തുറക്കാറില്ലേ? ടീച്ചറല്ലേ പറഞ്ഞു ഗ്രന്ഥം വാങ്ങണം. ഇതാണ് ഗൃഹപ്രവേശം. അപ്പോൾ ഗ്രന്ഥങ്ങൾ അങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഞാൻ തൊഴും ടീച്ചറെ, ഒന്നിനും സമയമില്ല. ആകെ 24 മണിക്കൂറാ. 8 മണിക്കൂർ ഉറങ്ങണം ഡോക്ടർ പറയും, അല്ലെങ്കിൽ അസുഖം ഉണ്ടാവും, ഉറങ്ങിക്കോളും. 8 മണിക്കൂർ ജോലി ചെയ്യണം. അധികം ജോലി 8 മണിക്കൂർ ഷിഫ്റ്റാ. പിന്നൊരു 8 മണിക്കൂർ ഉണ്ടല്ലോ. ആ 8 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണം എന്നാ ശ്രീരാമചന്ദ്രൻ കാണിച്ചു തരുന്നേ. നോക്കൂ, ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക്, നമ്മളൊക്കെ കുട്ടികളാ ആ കാര്യത്തിൽ, രസിക്കുന്ന തരത്തിൽ ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ ഇതിക്ക് വരാത്തത് കൊണ്ടാ, അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാ. നിങ്ങൾക്കൊരു ആത്മീയ സംസ്കാരം ഉള്ളത് കൊണ്ടാ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്. ചിലയിടത്ത് വളരെ ശുഷ്ക
നിശബ്ദമാവും സദസ്സ്. പിന്നെ വിളി വരും കഴിഞ്ഞ ടീച്ചറെ ഒരു തവണ കൂടി വരണട്ടോ, ഞങ്ങൾക്ക് അന്ന് വരാൻ പറ്റിയില്ല, മനഃപൂർവ്വം തൊഴുതിട്ട് ഇറങ്ങി പോയതാവേ. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. കമ്മിറ്റിക്കാർ പറയും എൻ്റെ ടീച്ചറെ അവരൊക്കെ അവിടെ നിന്ന് തൊഴുതായിരുന്നു, തുടങ്ങിയപ്പോഴേക്ക് പോയതാണ്. ഇതാണ് അവസ്ഥ. കാരണം ആര് പറയുന്നു എന്നല്ല, നമ്മളൊക്കെ ഒരു നിമിഷം, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ സാറൊക്കെ എന്ത് ഗ്രേറ്റ് ആയിരുന്നു, ഒരു നിമിഷം കൊണ്ട് പോയില്ലേ, ഹൈന്ദവന്റെ വലിയ നഷ്ടം. അപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതാ പ്രധാനം. വീട്ടിൽ പോയപ്പോൾ എന്താ ചെയ്യുക, ദീപാരാധനയും കഴിഞ്ഞ് വിളക്ക് പൂജയും കഴിഞ്ഞ് പൂവും ചുരുട്ടിക്കൂട്ടി അവിടെ കൊണ്ടുവച്ചില്ലേ, എന്നിട്ടോ ഈ വിഡ്ഢിപ്പെട്ടിയുടെ മുന്നിലിരിക്കും, അല്ലെങ്കിൽ ഈ താമ്പൂലം തോണ്ടും. എന്തെങ്കിലും ഗുണമുണ്ടോ? കണ്ണ് ചീത്തയവല്ലാതെ. അല്ലെങ്കിൽ മക്കളോട് ഒച്ചയിടും. ഈ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു, ഈ ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ അങ്ങനെ വീണ് പശുവിനെ ഒരു കുറ്റിയടിച്ച് കെട്ടിയാതെ ഇവിടെ അതിൻ്റെ ചുറ്റും നിന്ന് അങ്ങനെ തിരിയും. രാവിലെ എന്താ അവസ്ഥ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ പൂജാമരുടെ ഉണ്ണിക്കൂടെ മുമ്പ് രാവിലെ ഒരു സെല്യൂട്ട, അത് കഴിഞ്ഞ് ഇത് ഉമ്മർത്തൊരു വളക്കും വെച്ച് അടുക്കളയിലേക്കാണ് കയറിയ അല്ലേ. ഈ തിരിച്ചിൽ തന്നെ സിറ്റ് ഔട്ട്, ഉമ്മറം, തളം, ബെഡ്റൂം, ഇതല്ലാതെ ഉണ്ടോ? പശുവായിട്ടാ ജീവിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ആ തോട് പൊട്ടിച്ച് നിങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നില്ലേ. ക്ഷേത്രത്തിന്റെ മഹിമ എന്താ? ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. അപ്പൊ ക്ഷയത്തിൽ നിന്ന്, ആധ്യാത്മികമായ ക്ഷയത്തിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടണം. ഇപ്പോൾ ഒക്കെ ഭൗതികത ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ തൊഴുത് നമസ്കരിക്കുമ്പോൾ ആ വാനപ്രസ്ഥം എന്ന് പറയുന്ന മൂന്നാമത്തെ ആശ്രമത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക. ഗ്രന്ഥം തുറന്ന് ഇവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ആ ലളിതാ സഹസ്രനാമം, ലളിതാ പരമേശ്വരിയുടെ സഹസ്രനാമം, ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദാഗ്നികുണ്ഡ സംഭൂതാ ദേവകാര്യ സമുദ്യകാ എന്നിങ്ങോട്ട് പറയുമ്പോഴത് ആ സുഖം അത് വീട്ടിലിരുന്നാൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വാനപ്രസ്ഥം എത്തുമ്പോഴെങ്കിലും തുടങ്ങണം എന്നതാണ് പ്രദക്ഷിണത്തിൻ്റെ മൂന്നാമത്തെ സമയം, സന്ധ്യാസമയം. വാനപ്രസ്ഥം നമ്മുടെ സർവ്വ പാപങ്ങളും, ഇപ്പം മിലിറ്ററിയിൽ പൊട്ടിക്കടാവെടി എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലാൻ പാടില്ല എന്നല്ലേ, അഹിംസയല്ലേ ഹൈന്ദവൻ. അപ്പൊ പൊട്ടിക്കണ്ടേ? മിലിറ്ററി ഫയർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കണം. മിലിറ്ററി ഇവിടെ വക്കീല് നുണ പറഞ്ഞ് കേസ് ജയിപ്പിക്കുന്നു ഇല്ലേ. LLBക്ക് പോകുമ്പോഴാ മനസ്സിലാവുക സത്യത്തിന് അവിടെ യാതൊരു ഇതുമില്ല. എന്തിനേ ഉള്ളൂ? തെളിവ്, സാക്ഷി, ഇത് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ മിലിറ്ററി നിരപരാധികളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഓരോ ന്യായാധിപന്മാരെ നമ്മുടെ ജോലിയുടെ ഭാഗമായി ചെയ്ത സർവ്വപാപങ്ങളും കഴുകിക്കളയാനാണ് വാനപ്രസ്ഥം ഗ്രന്ഥങ്ങളിലേക്ക് റിട്ടയറായി വരുന്നത്. എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ നട്ടപ്പാതിരയാണ് പറയും അവസാനത്തെ എന്താ, സന്യാസം. ന്യസിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. ഇപ്പോൾ സന്യാസിമാരൊക്കെ വരുമ്പോൾ നമ്മൾ സന്യാസ സൂക്തം ചൊല്ലിക്കൊണ്ട് പൂർണ്ണകുംഭവുമായി സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ സൂക്തങ്ങളുടെയൊക്കെ മഹിമ നമ്മൾ അറിയണം. ഒരു സൂക്തെങ്കിലും പഠിച്ചാൽ, നമ്മൾ പുരുഷ സൂക്തമൊക്കെ ഇങ്ങനെ ബുക്ക് ചെയ്യും അല്ലേ, ഒക്കെ എഴുതി കൊടുക്കും. അത് സ്വന്തം നമ്മളൊന്ന് രാവിലെ ഇങ്ങിടിയിരുന്ന് ജപിച്ചാൽ അതൊരു ഉപാസനയാണ്. മനുഷ്യനായി ജനിച്ച സ്ഥിതിക്ക് നമ്മുടെ ജീവിതത്തിനൊരടുക്കും ചിട്ടയും വേണം എന്ന് പഠിപ്പിക്കാനാ പുരാണങ്ങൾ പറഞ്ഞ് രസിപ്പിച്ചു എന്നൊരൊറ്റ കാര്യം. വെറുതെ കാലം കളയരുത് എന്ന് രാമായണത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക. ഇനി ശ്രീരാമചന്ദ്രൻ ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു. പിന്നീടാണ് ആ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് മാരീചന്റെ കഥ. മാരീചനോട് പോയി പറയാണ് രാവണൻ, എനിക്ക് ആ സീതാദേവിയെ എടുത്തോണ്ട് പോരാൻ വേണ്ടി. ആദ്യം ഒന്ന് ഏറ്റതാ സുബാഹു മാരീചൻ. അന്ന് മനസ്സിലായി ശ്രീരാമചന്ദ്രന്റെ മഹിമ. അഭയം പ്രാപിച്ചപ്പോ ഭക്തനായി വരൂ എന്ന് പറഞ്ഞപ്പോ എവിടെയോ പോയിരുന്ന് തപസ് ചെയ്യുക. അവിടെ കയറി ചെന്നു. വരണ് കണ്ടപ്പോൾ തന്നെ പേടിയായി, മഹാഭാവി വരുന്നുണ്ട്, എന്തിനാണാവോ വിചാരിച്ചു. എങ്കിലും അത് കാണിച്ചില്ല. രാക്ഷസ രാജാവല്ലേ, നമസ്കരിച്ചു, സ്വീകരിച്ചു. അപ്പോൾ നല്ല കാര്യം, കുശലപ്രശ്നമൊക്കെ പറഞ്ഞിട്ട് പറയാം, മുട്ടുമ്പോൾ നിന്നെ പോലെ സഹായിക്കാൻ എനിക്ക് വേറെ ആരും ഇല്ല. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഉപദേശിച്ചു, കേൾക്കുന്നില്ല. നമുക്കുള്ള പാഠം, നമ്മൾ പല നല്ല കാര്യങ്ങളും ഉപദേശിക്കും, മക്കൾ കേൾക്കില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുക? ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കൊട്, പിന്നെ അവനവൻ്റെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിക്കും. അത് തന്നെ ഇവിടെ നടന്നു. പറഞ്ഞാൽ കേൾക്കുന്നില്ല. പൊന്മാനായി നമ്മുടെ ഇന്ദ്രിയങ്ങളെ കാണിക്കുക. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ, ഈ ഇന്ദ്രിയങ്ങളെ അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി പോകും. ഇനി നിങ്ങൾ അമ്പലത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടാണ് ഭഗവതിക്ക് പൂജ നടത്തുന്നത്. നമ്മുടെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ? ജലം, ഒരു കിണ്ടിയും വെള്ളം, ഭഗവതിയെ കുളിപ്പിക്കുന്നൊക്കെ കണ്ടില്ലേ, തോയം വെച്ച്. എന്താ പറയുന്നത് ഭഗവാൻ? എനിക്ക് ഒരു തുള്ളി വെള്ളം തോയം ഭക്തിയോടുകൂടി തന്നാലും മതി എന്ന് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ചന്ദനം ചാർത്തുന്നത് കണ്ടിട്ടില്ലേ, ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. ഇനി പുഷ്പങ്ങൾ, ആകാശാൽപ്പന പുഷ്പം കൽപ്പയാമി, ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാ പുഷ്പം. ഇനി മറ്റൊന്നെന്താ? അഗ്നി, വിളക്ക്.
അഗ്നിയാത്മന ദീപം കൽപ്പയാമി, വായുആത്മന ധൂപം കൽപ്പയാമി. ധൂപം ചന്ദനത്തിരി അല്ലെങ്കിൽ കർപ്പൂരം കാണിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നതാ. എന്താ പറയുന്നതെന്നറിയോ? ഹേ ശ്രീഭദ്രേ, ഈ ശരീരത്തെ തന്നെ, എന്നെ തന്നെ, ഈ മനസ്സാകുന്ന താമരപ്പൂവിനെ തന്നെ ഞാനിതാ സമർപ്പിച്ച് അങ്ങയുടെ മുന്നിൽ ആ നമസ്കാര മണ്ഡപത്തിൽ വന്ന് തിരുമേനിക്ക് പൂജ കഴിഞ്ഞിട്ടൊരു സാഷ്ടാംഗ നമസ്കാരം ഉണ്ട് മഹാക്ഷേത്രങ്ങളിൽ. അതാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ആ പ്രദക്ഷിണം വെച്ചിങ്ങോട്ട് കഴിഞ്ഞു വന്നിട്ട് തൊഴുതിട്ട് ഒരു നമസ്കാരമുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന ആ വേദ തത്വത്തിലെ ഭാവത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഉയരും. അങ്ങനെ ഉയരുമ്പോഴേ എന്തുള്ളൂ, നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിലെ ദർശനത്തിന് പൂർണ്ണത വരുന്നുള്ളൂ. അപ്പൊ നമസ്കരിക്കണ്ടേ ഉത്തമാംഗം കൊണ്ടു. അപ്പൊ നമസ്കരിക്കണം എന്നുള്ളത് ഉറപ്പാ. പലരും നമസ്കരിക്കാൻ മടി കാണിക്കും, ചെയ്യാറില്ല. അതൊക്കെ ഏറ്റവും നല്ല സയൻസാ. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ 12 യോഗാസനങ്ങളാ വരുന്നത്. പതഞ്ജലി മഹർഷി നമ്മുടെ വിദേശങ്ങളിലുള്ളവരെല്ലാം നിർബന്ധാക്കി യോഗ. നമ്മൾ പീരീഡൊക്കെ ഇടും, ആരെ കാണിക്കാം, ഓഡിറ്റിങ്ങിന് വരുമ്പോൾ അവരെ കണ്ണിൽ വെട്ടിക്കും. ആ പീരീഡും കൂടിയും പോയിട്ട് മാത്സ് പഠിപ്പിക്കും. അതാണ് അവസ്ഥ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കുന്നില്ല? വേണ്ടത് വേണ്ടപ്പോൾ കൊടുക്കുന്നില്ല. നമ്മുടെ ഗായത്രി മന്ത്രം വിദേശികൾ സ്വീകരിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രെയിനിൽ അത്രയും ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കാൻ അതിന് കഴിവുണ്ട് അത്ര. തൊഴുതി ഇങ്ങനെ നിൽക്കുമ്പോൾ വിരലുകൾ ചേർത്ത് വെക്കുമ്പോൾ, കാലിൻ്റെ വിരലുകളും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകും. അത് നമുക്ക് മാത്രമുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് ആരാധിക്കുമ്പോൾ, അവിടെ അങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ കിട്ടുന്ന മഹത്വം അത് ഗ്രന്ഥങ്ങളിലൂടെ പോയാലേ കിട്ടൂ. ഇനി ഉൾക്കാട്ടിൽ പോയി സീതയെ തട്ടിക്കൊണ്ടുവരാൻ എങ്ങനെയാ മാരീചൻ വന്ന്? ഏറ്റവും വലിയ മിമിക്രിക്കാരനാണ്. ആദ്യത്തെ മിമിക്രിക്കാരൻ അദ്ദേഹം. ആരുടെ ശബ്ദത്തിലാ കരഞ്ഞ്? ശ്രീരാമചന്ദ്രന്റെ ശബ്ദത്തിൽ പറയുന്നത് എന്താ? ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ഹേ ലക്ഷ്മണ, എന്നെ രക്ഷിക്കണേ എന്ന് ആരുടെ ശബ്ദത്തില്? ശ്രീരാമചന്ദ്രന്റെ. ഇത് കേട്ടപ്പോഴാണ് സീതാദേവി പറഞ്ഞത് പോയി രക്ഷിക്കൂ. അതുകൊണ്ടാ. എന്നിട്ടോ രക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ നടന്നു വരുന്നു. അപ്പൊ ചോദിക്കുക, ആ സീതയെ ഒറ്റയ്ക്കിട്ട് പോന്നുവോ? അപ്പോ യോഷമാരുടെ വാക്ക് അങ്ങനെ പറയണത്, സ്ത്രീകളുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെടാൻ പാടുണ്ടോ ലക്ഷ്മണ? അപ്പൊ ലക്ഷ്മണൻ എന്നിങ്ങനെ ആലോചിച്ചു ഉത്രേ. ആദ്യം ഒരു പൊന്മാനുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാനില്ല. ആരാ ആദ്യം സ്ത്രീകളുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ടെ? പക്ഷെ ചോദിച്ചില്ല അത്രേ. അപ്പോൾ സർവന്തര്യാമിയായ ഭഗവാൻ അത് മനസ്സിലായി. ഒന്ന് ചിരിച്ചു ഉത്രേ. അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ ഏട്ടനായിട്ട് ബലരാമനായിട്ട് അനന്തൻ ശേഷനാഗമാണല്ലോ അങ്ങനെ അവതാരം കൊടുത്തത്. ഇനി അതും കഴിഞ്ഞ് വീണ്ടും അവർ വിഷമിച്ച് തേങ്ങി ഒരുപാട് അന്വേഷിച്ച് നടക്കുമ്പോൾ ജടായുവിനെ കാണുന്ന രംഗമുണ്ട്. ജടായു ആരാ? അച്ഛനും വയസ്സിനാം ദശരഥന്റെ. നമ്മുടെ വീട്ടിലും ഇല്ലേ നമ്മൾ വളർത്തു മൃഗങ്ങളൊക്കെ, പക്ഷികളൊക്കെ കൂക്കൂ എന്ന് പറഞ്ഞിട്ട് പറക്കാൻ പറ്റാതെ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അത്രേ ജടായു. ശ്രീരാമചന്ദ്രൻ ജടായുവിനെ മരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജടായുവിനെ കാണുമ്പോൾ പറയുന്നുണ്ട് വദ്യനല്ലഹം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് വെട്ടേറ്റ് ചിറകില്ലേ, പക്ഷികൾക്ക് പക്ഷമല്ലേ പ്രധാനം, അതില്ലാതെ സമയത്ത് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രീ ഭഗവതി അനുഗ്രഹിക്കുക, എന്നിട്ട് ജീവൻ പോകുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷിയായിട്ട് പോലും ആ ജടായുവിനെ ചേർത്ത് അണച്ചാശ്ലേഷിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ. മാത്രമല്ല ഒരു തുള്ളി കണ്ണുനീര് ശ്രീരാമചന്ദ്രൻ്റെ കണ്ണിൽ നിന്ന് കരയാത്ത ചിരിക്കാത്ത ആ പരബ്രഹ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ജടായുവിൻ്റെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ട്. അതേസമയം നമ്മൾ ഓർത്തു പോകും, കുറൂരമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ സഹസ്രനാമം അങ്ങനെ ചൊല്ലുമ്പോൾ ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷുദീശ പവനാശന ശങ്കർഭം നന്ദകീ ചക്രേ എന്ന് ചൊല്ലിയ സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു. തൊണ്ടയിടറിയിട്ട് ചൊല്ലാൻ പറ്റുന്നില്ല. മരണാസന്നിയായി കിടക്കുന്ന കുറൂരമ്മയുടെ കൈകളിലേക്ക് ആ കൃഷ്ണൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി വെള്ളം, ആ കണ്ണുനീര് വീണു. അതേ അനുഭവം ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ ജടായു എന്ന പക്ഷിക്കുണ്ടായി എന്ന് രാമായണം പറയുമ്പോൾ, ഇങ്ങനെ സന്ധ്യാനേരത്ത് ഇവിടെ വന്നിരുന്ന് രാമായണ കഥ കേൾക്കുന്ന ഭക്തജനങ്ങൾക്ക് കലികാലത്തിൽ നാമജപം ജ്ഞാനയജ്ഞം മാത്രം മതി മോക്ഷം കിട്ടാൻ. നിങ്ങൾക്കൊക്കെ ഭഗവാൻ
എന്താവും തരിക എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉറച്ചു വിശ്വസിച്ചോളൂ, ഇനി എനിക്കൊരു ജന്മം വേണ്ട ശ്രീരാമചന്ദ്ര, ഇതൊക്കെ മതി. ഇങ്ങനെ പറഞ്ഞും കേട്ടും ഈശ്വര കഥകളിലൂടെ സത്സംഗങ്ങളിലൂടെ എന്നെ ഇങ്ങനെ നയിക്കണമേ. അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വന്നിരുന്ന് ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ ഇപ്പൊ അനുഭവിക്കുന്ന ഈ അനുഭൂതി, ഈ കൽക്കണ്ടത്തിന്റെ മധുരം അത് നിർത്താതെ എനിക്ക് തരേണമേ എന്നങ്ങനെ ഒരു പ്രാർത്ഥന, അതല്ലേ വേണ്ടൂ. ജടായു ഇതാ കാണിക്കുന്നേ. സമ്പാദി എന്താ പറഞ്ഞത്? ഒരുപാട് തത്വങ്ങൾ പറയാ. പക്ഷൊക്കെ പോയി മനസ്സിലാവണ പോലും ഇല്ല മഹർഷീശ്വരന് കണ്ടപ്പോ. എന്താ സമ്പാദേ ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ പറഞ്ഞ് കാപിലേയോപദേശത്തിൽ അങ്ങോട്ട് എത്തുക. എന്താ പറയുന്നതെന്നറിയോ? ഗർഭസ്ഥനായി ഇരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ നാമകീർത്തനങ്ങൾ ചെയ്തോളാം. പക്ഷെ എന്താ ഈ മായയിൽ മുങ്ങിയിട്ട് സംഭവിച്ചത്? മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. എന്താ പറയുന്നേന്നോ? വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. ഇതൊക്കെ വായിച്ച് ഇങ്ങനെ പോകും നമ്മളില്ലേ. അതായത് എത്രയോ ജന്മങ്ങൾ കിട്ടി ശ്രീരാമചന്ദ്ര, ഒരിക്കലെങ്കിലും വിഷ്ണു സ്മരണം ചെയ്താൽ സ്മരണം മാത്രം മതി. ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കാൻ കഥാശ്രവണത്തിനേ കഴിയൂ. വീട്ടിൽ ധ്യാനത്തിന് അങ്ങോട്ട് ഇരുന്നാലോ? അതൊക്കെ കൃതയുഗത്തിലായിരുന്നു ധ്യാനം. ഇപ്പോഴും ഉണ്ട് കേട്ടോ ധ്യാനം, സ്വർണത്തിനേക്കാൾ. അതൊക്കെ അത്രയും എത്തണം എങ്കിലേ നമുക്ക് ഇളക്കല്ലാതെ എന്ത് വേണം ധ്യാനിക്കുമ്പോ? ഇങ്ങനെ കേശാദിപാദം പാദാദി കേശം ഇങ്ങനെ ധ്യാനിക്കുക, നാമസ്മരണം, ഹരേ രാമ ഏതെങ്കിലും ഒരു മന്ത്രവും ചൊല്ലുക, എങ്കിലേ ധ്യാനിക്കാൻ കഴിയൂ, മനസ്സ് പാളിപ്പോകാതെ. സ്വാമി വിവേകാനന്ദന്റെ തൊടയിലൂടെ പാമ്പഴഞ്ഞു പോയിട്ട് പോലും ധ്യാനത്തിൽ അറിഞ്ഞില്ല അത്രേ. നമ്മളോ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതിയില്ലേ, അപ്പൊ ചോദിക്കുക എന്താ അടുക്കളയിലെ പൂച്ച കയറിയോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ധ്യാനം. അപ്പൊ എന്തേ വേണ്ടു? നാമം അങ്ങനെ ജപിക്കുക, ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക, അത് തന്നെ സുഖം. അപ്പൊ പറയാ ഇനിയൊരു ജന്മം കിട്ടിയാ ഞാൻ എന്തേ ചെയ്യൂ? ഭഗവാനെ സ്മരിച്ചോളാം. എന്നിട്ട് ഈ മായലുണ്ട് വന്ന് പറഞ്ഞാലോ? പിന്നെ ഇന്ദ്രിയങ്ങളെ പിന്നാലെയാണ്. അതിനു വേണ്ടിയാണ് സത്സംഗം. ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും ആശ്രമം അത് ശ്രമിച്ചാലേ കിട്ടൂ. ഓരോ ആശ്രമത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാം. ശൂർപ്പണഖയെ കുറിച്ച് എന്താ പറഞ്ഞത്? വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം നമുക്ക് ഈ ദുഃഖമൊക്കെ വന്നു. അപ്പോ വൃദ്ധയാണ്, വിരൂപയാണ്, പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാലോ? രാമനെന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചതേ അത് അതിമോഹല്ലേ. ഇവിടെ എന്താ പറയുന്നത്? ഇപ്പോ രാവണൻ എന്താ ആഗ്രഹിച്ചേ? ലക്ഷ്മി ദേവിയെ ഭാര്യയായി കിട്ടണമെന്ന്. അവനവൻ അർഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കരുത്, അത് ദുഃഖം തരും, നമ്മളെ സങ്കടത്തിലാഴ്ത്തും, നമ്മളെ നശിപ്പിച്ചു കളയും എന്ന പാഠം രാമായണം നമ്മളെ പഠിപ്പിക്കുക. ഓരോ കഥകളിലൂടെ, ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. രാക്ഷസിയായ ആ ശൂർപ്പണഖ, ശൂർപ്പണം എന്ന് പറഞ്ഞാൽ മുറം പോലെ നഖമുള്ളവൾ അത്ര ശൂർപ്പണഖ. അപ്പം വന്ന് രണ്ട് കാര്യം പറയേ. ആദ്യം പറയും ഈ രാമചന്ദ്രൻ്റെ കൂടെ ഒരു ലക്ഷ്മണൻ എന്ന അനുജനും ഒരു സുന്ദരിയായ സീതാദേവിയും ഉണ്ട്. അത് സത്യം. പിന്നെ ഒരു നുണയും പറഞ്ഞു അത്രേ. ആ സുന്ദരിയായ സീതാദേവി രാവണ നിനക്ക് ഭാര്യയാക്കി വെക്കാച്ചിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയതാ, അതായിരുന്നോ? അല്ലല്ലോ. എന്താ ചെയ്ത ലക്ഷ്മണൻ? ഒരു വെക്കലാണ്ട് വെച്ചു അത്രേ. ശരിക്കും വാൽമീകി രാമായണത്തിൽ കാതും മൂക്കും പോയി എന്നാ. നമ്മുടെ എഴുത്തച്ഛൻ ഒന്നുകൂടി പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് മുലയും കൂടിയും പോയി എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെ അവസ്ഥ വന്നത് എന്തുകൊണ്ടാ? രാമചന്ദ്രനെ കൊതിച്ചതുകൊണ്ടാ. രാമനെ കൊതിക്കുന്നത് എങ്ങനെയാവണം? കുംഭകർണൻ പറയുന്നുണ്ട്. കുംഭകർണനെ ഉണർത്തി പോയി യുദ്ധം ചെയ്തു. രാവണ രാക്ഷസന്റെ അനുജനായ കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വേദ തത്വമുണ്ട് ഭക്തിയെ കുറിച്ച്. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. വായിച്ചു പോവാറില്ലേ? ഭക്തി ഉണ്ടായാൽ മതി, ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കും. വേറെ ഒന്നും വേണ്ട, ഭക്തിയോടുകൂടി ഒരു തോയമായാലും മതി. അത്ര എനിക്ക് വേണ്ടൂ. എന്തേ വേണ്ടൂ? ഭക്തി മാത്രം. അഭക്തിയാകുന്ന താമരപ്പൂവ് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കൈവീശി വരാൻ പാടില്ല എന്നാ പറയാ. ഒരു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും കൈവീശി പോകാൻ പാടില്ല അത്രേ. അതെന്താണോ? നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോവില്ലേ? അതിനൊക്കെ തത്വങ്ങളുണ്ട്, ധർമ്മ
ധർമ്മശാസ്ത്രങ്ങളിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഹൈന്ദവൻ എങ്ങനെ ജീവിക്കണം എന്ന് വൃത്തിയായി പറഞ്ഞു വെച്ചിരിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അവിടെ കയറി ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, ഉറപ്പാ. വേറൊരാളെ ഭക്ഷണം നമ്മൾ ഫ്രീ ആയിട്ട് കഴിക്കുക, ഒരു കടപ്പാട്, അതിന് പകരം ഒരു പൊതി കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ തത്വം. അമ്പലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ, നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ സുഖിപ്പിക്കും. ഇപ്പം കയറി വന്നവർക്കൊക്കെ കാതിന് ഒരു ശ്ലോകമെങ്കിലും കിട്ടിക്കാണും. കാതിനെ സുഖിപ്പിച്ചില്ലേ, കണ്ണിനെ ശ്രീ ഭഗവതിയെ അലങ്കരിച്ചിരുത്തിയിരിക്കുക, കണ്ണിനെ സുഖിപ്പിച്ചില്ലേ, മൂക്കിനെ ആ തിരുമേനി തരുന്ന ആ തീർത്ഥം പ്രസാദവും ആ പൂവെടുത്ത് ഗ്രാണിച്ച ശ്രീപാദ പത്മങ്ങളിൽ വീണ പൂക്കള, മൂക്കിന് സുഖം കിട്ടിയില്ലേ, ഇത്തിരി പ്രസാദം കഴിച്ചോളൂ അല്ലെങ്കിൽ തീർത്ഥം കഴിച്ചോളൂ, നാവിന് സുഖം കിട്ടിയില്ലേ, ചന്ദനം എടുത്തൊരൊറ്റ തേക്കല. ചന്ദനം തണുപ്പല്ലേ, ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. തലവേനുണ്ടായി അമ്മ അരച്ചിട്ട് തരൂലേ, ആ ചന്ദനം നമ്മുടെ ത്വക്കിന്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖം കിട്ടിയില്ലേ. ഇത്രയും സുഖം ഇവിടെ വന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നാട് കൊടുക്കണ്ടേ. ഒരു പിടി പൂക്കളുമായിട്ട്, ആ ചുവന്ന പൂക്കളുമായിട്ട് രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താ, രക്തത്തിന്റെ നിറമുള്ള പുഷ്പങ്ങളെ കൊണ്ട് ശ്രീ ഭഗവതിക്ക് അർച്ചന നടത്തുന്നതാ. ഇപ്പൊ നിങ്ങൾ ചെയ്തില്ലേ, അതെങ്കിലും ഇത്തിരി പൂക്കൾ ഭക്തിയോടുകൂടി. ചിലർ പറയും കാശില്ല ടീച്ചറെ, എണ്ണ വാങ്ങാൻ നെയ്യ് വാങ്ങാൻ. വേണ്ട, മുറ്റത്ത് തുളസി ഉണ്ടാവുമല്ലോ വിളക്ക് കാണിക്കാൻ, ഒരു 10 ഇതൾ ഒരു ചെറിയ ഇലയിൽ കൊണ്ടുവന്ന് ഭക്തിപൂർവ്വം അവിടെ സമർപ്പിച്ചങ്ങ് നമസ്കരിച്ചു നോക്കൂ. അപ്പൊ കിട്ടുന്ന സുഖം അത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സുഖം നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വരാത്തവർക്ക് മനസ്സിലാവില്ല. അതാ പറയുന്നത്. അപ്പോ എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ തിരിച്ചെടുക്കും. കാരണം ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം എടുത്താലും തിരിച്ചു കൊടുക്കണം. അത് എല്ലാ കർമ്മങ്ങളും. ജനിച്ചു വീഴുമ്പോൾ 2 കിലോ ഉള്ള കുട്ടി ഏകദേശം മരിച്ചു പോകുമ്പോൾ എത്രയായി നമ്മൾ? 60 കിലോ. ഇത് അവിടുന്ന് കൊണ്ടുവന്നതാണോ? അല്ല. വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുവന്നത് ആത്മാവ് മാത്രം. ആത്മാവിനില്ല ജനനം മരണവും. ഗീതയാണ് പറയുന്നത്. ജനനവും മരണവും ഇല്ലാത്തത് ആത്മാവിന്. എന്തിനാ പിന്നെ ദുഃഖിക്കണേ? മരണത്തിനെ ചോർത്ത് ദുഃഖിക്കേണ്ട. മൃത്യോർമ്മ അമൃതംഗമയ എന്ന് ഉയരാൻ വേണ്ടി ഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്ന് പറയാം. ഇനി അതും കഴിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ കാനനത്തിലൂടെ പോയി യുദ്ധവും കഴിഞ്ഞ് രാവണൻ എല്ലാം കേട്ടിട്ടും പഠിച്ചില്ല. എന്നിട്ടോ അവസാനം അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയ. എന്താ അഗസ്ത്യ മഹർഷിയുടെ പ്രത്യേകത? അപ്പോൾ വാൽമീകിയോട് ചോദിക്കും, എവിടെയാ അപ്പം ഞാൻ താമസിക്കേണ്ടേ? കാട്ടിലെത്തിയിട്ട് ചോദിക്കുക. നമ്മളും അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ. അപ്പോൾ പറയുന്നൊരു ഉത്തരണ്ട്, സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസായ മന്ദിരം. അപ്പൊ ആരെ മനസ്സിലാ ഭഗവാൻ ഇരിക്കുന്നേ? അത് മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ ഭഗവത് പ്രസാദ. എപ്പോഴും നമ്മൾ ചിരിക്കുമോ? ഒരു ദിവസം രാവിലെ എത്ര നേരം ചിരിക്കുക? അത്രയൊന്നും ചിരിച്ചിട്ടുണ്ടാവില്ല. ടെൻഷനാണ്. പ്രശ്നങ്ങളുടെ ലോകത്താ. സുഖം കിട്ടണമെങ്കിൽ ഇതിലൂടെ മുങ്ങിത്തോരണം. ഈ രാമായണ ഗംഗയിൽ അങ്ങോട്ട് മുങ്ങി നിവർന്നാൽ അവസാനം എന്താ പറയുന്നത്? മൃത്യുശാസന പ്രോക്തം. എന്താ പറയുന്നേന്നോ? അധ്യാത്മരാമായണം. എത്രയും രഹസ്യമാണ് ഇതേ. ചോദിക്കാത്തവർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഭക്തിയുണ്ടോ? ചോദിച്ചില്ലേലും പറഞ്ഞു കൊടുക്കണം. അപ്പം ആഗ്രഹിക്കാതെ വന്നവർ കേട്ടിട്ടുണ്ടാവും. ഇനി അതും കഴിഞ്ഞ് അവസാനം ഭഗവാനെ നമ്മൾ എന്താ ചെയ്യുക? അഭിഷേകം ചെയ്ത് സുഖിച്ച് അവിടെ ജീവിച്ചു എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. എത്രയോ അവതാരങ്ങളെടുത്ത് മനുഷ്യനായി വന്ന ഭഗവാൻ പോലും സ്വർഗാരോഹണം ചെയ്തു. മരിച്ചു എന്ന് പറയില്ല, കാരണം അവതാരങ്ങളാ. അപ്പോൾ സരയുവിലിറങ്ങി ഭഗവാൻ ദേഹത്യാഗം ചെയ്ത് സ്വർഗാരോഹണം ചെയ്യുന്ന ആ ഉത്തരകാണ്ഡം നമ്മൾ വായിക്കണ്ടേ? പലരും അത് തള്ളിക്കളയും. മാതൃഭൂമി ബുക്സൊക്കെ അത് എഡിറ്റിങ്ങിൽ തന്നെ ഒഴിവാക്കിയിട്ടപ്പോൾ ഇന്നലെ പറഞ്ഞു ഞാൻ ഗ്രൂപ്പിൽ നാളെ ഉത്തരകാണ്ഡം വായിച്ചിടണേ ടീച്ചറെ, എൻ്റെ ബുക്കിൽ ആ സാധനം ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ ഗ്രന്ഥത്തിനെ മുറിച്ച് ഒരു കയ്യും കാലും. ഉത്തരകാണ്ഡം എന്നൊരു കാണ്ഡം വാൽമീകി മഹർഷി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലാണ് ആ എത്രയോ നല്ല വൈശ്രവണന്റെ ഉൽപ്പത്തി, സീതയെ പരിത്യജിക്കൽ, ശംഭൂകന്റെ, അതൊക്കെ നമ്മൾ അറിയണം. എന്തുകൊണ്ട് അതൊക്കെ ഇവിടെ സംഭവിച്ചു? ശ്രീരാമചന്ദ്രൻ എന്തിനു വേണ്ടി അവതരിച്ചു? എന്തിനു വേണ്ടി ദേഹത്യാഗം ചെയ്തു പോയി? ജനിച്ചാൽ മരണം ഉറപ്പാണ്. അവതാര പുരുഷന്മാർക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പം ദിനം ഇനിക്കാനി നോക്കണോ? എന്തേ വേണ്ടു?
സർവാത്മന ശ്രീ ഭഗവതിയെ അങ്ങോട്ട് അഭയം പ്രാപിക്കുക. നിങ്ങളുടെ തട്ടകത്തമ്മയെ, ഏതെങ്കിലും ഒരു ദേവതയെ അഭയം പ്രാപിക്കുക, അങ്ങോട്ട് ആരാധിച്ചു തുടങ്ങുക. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോവുക. അപ്പോഴോ അപ്പം കിട്ടുന്ന സുഖം അത് അനുഭവിച്ച് തന്നെ അറിയാം. ഇനിയും ഒരുപാട് എനിക്ക് നിങ്ങളെ ഇരിക്കുന്ന കാണുമ്പോൾ നിർത്താൻ തോന്നില്ല. പക്ഷെ എനിക്ക് ഇന്ന് പോവാതിരിക്കാൻ പറ്റില്ല. നാളെ രാവിലെ ഒരു നാലമ്പല യാത്രയും വൈകുന്നേരം വീണ്ടും ഒരു പ്രഭാഷണമുണ്ട്. പൊട്ടിക്കലാശ രാമായണ മാസത്തിൻ്റെ 4 ഞായറാഴ്ചയും കഴിഞ്ഞു, ഇപ്പോൾ 2-ാം ശനിയും കഴിഞ്ഞു. പിന്നെ ഒരു വേദം ക്ലാസ്സിലെ ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എവിടെയെങ്കിലുമൊക്കെ വെച്ച് പകുതി പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ രാമായണത്തിൽ ഇല്ല. നിങ്ങൾ പിന്നെ പലരും ഇത് കേട്ട് അങ്ങ് എത്തിയവരാ. എന്നാലും നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് ശ്രീ ഭഗവതിയുടെ ഒരു അനുഗ്രഹം തന്നെ. അപ്പോൾ ഞാൻ സമർപ്പിക്കട്ടെ. ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. മനുഷ്യനായി ഇവിടെ ജനിച്ചു. എത്രയോ കാലങ്ങൾ, ഇപ്പോൾ 40, 50 വയസ്സ് വരെ നമ്മൾ ജീവിച്ചു. ഞാൻ ഇതുവരെ എന്ത് ചെയ്തു അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം ഈ വാൽമീകി മഹർഷി കാട്ടുകള്ളനായിരുന്നു ഇല്ലേ? ഒരു നിമിഷം ഇത്തിരി സമയം ആ സൂര്യ തേജസ്സുള്ള സത്സംഗം, ആ മാമുനിമാരുമായിട്ട്, സപ്തർഷികളുമായിട്ട് സത്സംഗം ഉണ്ടായപ്പോൾ എത്ര പെട്ടെന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂന്ന് ഭാര്യ മക്കളും പറഞ്ഞതും കൂടി ഇത്ര തിരിച്ചിട്ട് വില്ലും ചരൊക്കെ വലിച്ചെറിഞ്ഞു അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ഈ വില്ലും ചരമൊക്കെ എന്താണോ നമ്മുടെ വിചാരം എന്താ? എൻ്റെ കുട്ടികൾ, എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ ഭർത്താവ്, ഇതൊക്കെ എൻ്റെന്നാ. ഗജേന്ദ്രനെ പോലെ ആ ICUവിൽ കിടക്കുമ്പോൾ മുതലയും ആമയും ഒക്കെ തൂങ്ങും നമ്മളെ മേല്. ഓരോ ഗ്ലൂക്കോസ് കുറ്റിയൊക്കെ ആയിട്ട് ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല. ഒക്കെ ICUവിൻ്റെ പുറത്തേ നിൽക്കുള്ളൂ. നമ്മളെന്താ ചൊല്ലിയത്? ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം നോക്കൂ. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളായി വിഘടിക്കുന്നതിന് മുമ്പ് പ്രതീകാത്മകമായി ശരീരത്തെ നമ്മൾ ആദ്യം ഭൂമിക്ക് സമർപ്പിക്കും, നിലത്തിറക്കിയിട്ട്. ആ ഭൂമിയോട് ചേരാൻ, അതാണ് നിലത്തിരുന്ന് നാമം ചൊല്ലരുത് പറയുന്നത്. കാല് തരിക്കും. ഭൂമി എല്ലാത്തിനും ഇങ്ങനെ സ്വന്താക്കുത്രേ. ഭൂമിക്ക് എല്ലാം സ്വന്താക്കാനാ താല്പര്യം. നമുക്ക് ഭൂമിയെ സ്വന്താക്കാനാ താല്പര്യം. റിയൽ എസ്റ്റേറ്റ് നടത്തി ഊണഴിക്കാതെ നടക്കും. അവസാനം ഭൂമി പരിഹസിച്ച് ചിരിക്കൂത്രേ. ഇപ്പം ആരെ സ്വന്താക്കി. ഹൈന്ദവനാണെങ്കിലോ 6 അടി മണ്ണും വേണ്ട. അവൻ എത്ര ത്യാഗമാണ് ചെയ്യുന്നത് നോക്കൂ. മറ്റുള്ളവർ ശവപ്പറമ്പിന് എത്ര ഏക്കർ സ്ഥലം ഉപേക്ഷിക്കുന്നു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. എന്താ പറയുന്നതെന്നറിയോ? ഉപനിഷത്ത് വചനാണ്. ഈ ചുടലയിലും ചൊല്ലാൻ പറ്റുന്ന മന്ത്ര. ഈ നിലത്തിറക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ജലത്തിന് സമർപ്പിക്കും, കുളിപ്പിക്കും, അല്ലെങ്കിൽ നനഞ്ഞ കച്ചയിൽ പൊതിയും. അത് കഴിഞ്ഞാൽ ചിതയിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ആത്മാവിന് 5 വായുക്കളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതൊന്നും പോവാതെ നിൽക്കും. ചിതയിൽ വെച്ച് കത്തിക്കുന്ന സമയത്താണ് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. എന്താ പറയുന്നതെന്നറിയോ? ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേ ഭഗവൻ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും എന്നാണ് പ്രാർത്ഥന. അപ്പോഴാണത്തെ പ്രാർത്ഥിക്കുക. ഞാൻ എന്തേ നല്ല ചെയ്ത് ICUവിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പം ഞാൻ ചെയ്ത് കുറേ ശമ്പളം വാങ്ങി 10-ാം തീയതി ആയപ്പോഴേക്കും അതൊക്കെ ബില്ലുകളായില്ലേ, പേപ്പറും കഷ്ണങ്ങളായി. കുട്ടികളെ കൊണ്ട് വല്ലതും സഹായം ചെയ്യാൻ പറ്റുമോ? നാമം തന്നെ എന്താ? രാമ 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 പാഹിമാം പാഹിമാം. എന്നെ രക്ഷിക്കുന്ന എൻ്റെ കുട്ടികളെ മക്കളെ എന്നും രക്ഷിക്കൂ പറയില്ല. എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ നാമം ജപിക്കണം എന്ന് നമ്മുടെ നാമങ്ങൾ എന്നെ പറയുന്നു. അതുകൊണ്ട് തനിക്ക് വേണ്ടി നമ്മൾ എന്നെ ചെയ്യുക. അങ്ങനെ ഈ വാൽമീകത്തിലേക്ക് ഉയരാൻ കാട്ടാളനിൽ നിന്ന് കഴിഞ്ഞെങ്കിൽ ആ രാമനാമത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി നാമം ജപിച്ചാൽ മാത്രം മതി. ചിലർ പറയും ടീച്ചറെ കണ്ണ് പിടിക്കണില്ല, ഇനി എങ്ങനെ വായിക്കുക? വേണ്ട, ഇരുന്ന് അങ്ങോട്ട് ജപിക്കന്നെ. ഹരേ രാമ എപ്പോഴും ചൊല്ലാം. അപ്പോഴേക്ക് സംശയമായി, ഇതപ്പം ചൊല്ലാൻ പാടുമോ? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും. അപ്പം ആ സംശയം തീർന്നൂലേ? ഇത്രയേ ഉള്ളൂ. അരുത് ഹൈന്ദവന്റെ വീട്ടിൽ മാത്രമേ ഈ അരുതുള്ളൂ. മറ്റുള്ള കുട്ടികളെ എങ്ങനെ തെറ്റി വായിച്ചാലും ഒരു പ്രോത്സാഹിപ്പിക്കും, ഒന്നുകൂടി ചൊല്ലടാന്ന് പറയും. നമ്മളോ അയ്യോ അവിടെ തെറ്റി ഇവിടെ തെറ്റി, എന്തേ വയലിൽ തകരയൊക്കെ പറഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ചൊല്ലരുത് പറഞ്ഞിട്ട് എത്ര ആളെ രാമായണം മാറ്റി വെച്ചെന്ന്. ഒരിക്കലും അത് തുറക്കണില്ല. പിന്നെ സമ്പൂർണ്ണത്തിന് വിളിക്കും, ടീച്ചറെ ഏതങ്ങോട്ട് കൂട്ടിയാൽ കൂടണില്ല, ഒന്ന് പിടിക്കണം അങ്ങോട്ട് വരൂ കേട്ടോ എന്ന്. സ്പീഡ് കൂട്ടാനാ വിളിക്കണേ. അപ്പോഴേക്കും മറ്റൊരാൾ പറയും അയ്യോ സ്പീഡിൽ വായിക്കല്ലേ, അക്ഷരം കൊഴിഞ്ഞു പോരുതെന്നേ ഉള്ളൂ. ഒരു ഗ്രന്ഥത്തിലും സ്പീഡിൽ വായിക്കും. സ്പീഡ് വേണമെന്ന് മനസ്സിലാക്കുക. പഠിക്കാൻ പോകുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാതിരുന്നാലാ ഒരുപാട് ഹോംവർക്ക് ഉണ്ടാവും. അപ്പോഴാണ് +2 കഴിക്കുമ്പോൾ അയ്യോ വേഗം സന്ധ്യയ്ക്ക് ഇരുന്ന് സന്ധ്യാനാമം കഴിഞ്ഞാൽ ഓം വിശ്വം വിഷ്ണു എന്ന് പറഞ്ഞ പോക്ക 20 മിനിറ്റിനുള്ളിൽ തീർക്കണം. എന്നിട്ടും ഭഗവാൻ എന്നെ ഇവിടെ ഇരുത്തിയെങ്കിൽ നിങ്ങളും അതുപോലെ വന്നിരുന്ന് ഇങ്ങനെ പറയാ കേൾക്കുക. പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകുന്നതാണ്.
ഇതാണ് സത്സംഗം. ഇനിയും ഒരുപാട് സത്സംഗങ്ങൾ കേൾക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ യജ്ഞം സമർപ്പിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കാനുമ്പോൾ ഇനി കുറേയൊക്കെ പറയാനുണ്ട്. ഹരേ കൃഷ്ണ ഹരേ നാരായണ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സം. ഹരി കൃഷ്ണ.